ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഒരു മാനസിക തലത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ക്ലാസ്സാണ് ഇന്ന്. എല്ലാ വ്യാഴാഴ്ചകളും നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മളുടെ ലൈഫിൽ പൊതുവെ നമുക്കറിയാം, നമ്മൾ കുറേ യാത്രകൾ കഴിഞ്ഞാണ് വളരെ സുരക്ഷിതമായി വിശ്രമിക്കുന്ന സമയമാണ്. ഈ സമയത്തെല്ലാം അല്ലെങ്കിൽ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ ഓരോ ദൈനംദിന നിമിഷങ്ങളും നഷ്ടപ്പെടുത്തി, ഊർജം നഷ്ടപ്പെടുത്തിയ ഒത്തിരി പേരെ നമുക്ക് കാണാം, അല്ലേ? ഒത്തിരി സാഹചര്യങ്ങളെ കാണാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് വിലയിരുത്താനുള്ള ഒരു ദിവസമായി നമുക്കിതിനെ കാണാം. ഇന്ന് നമ്മളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഓമന ടീച്ചറാണ്. ടീച്ചർ കൽപ്പറ്റയിൽ നിന്ന് നമ്മളോട് സംസാരിക്കും. സ്കൂളുകളിലും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം, പ്രത്യേകിച്ച് സ്കൂളുകളാണെങ്കിൽ തന്നെ LP ഹൈസ്കൂളിലെല്ലാം ഹെഡ്മിസ്ട്രസ്സായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ JJB എന്ന് പറയുന്ന ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. വളരെയധികം സോഷ്യൽ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വയനാടിൻ്റെ ആ പ്രകൃതി തലവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്തു പോകുന്നു. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഓമന ടീച്ചറേയും. ഓമന ടീച്ചർ, യു ആർ വെൽക്കം. അഡ്മിറ്റ് ചെയ്തു. സാബു സാറിന് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇവിടെ വന്ന് എന്നെ കേൾക്കാനും ഇരിക്കുന്ന എല്ലാവർക്കും ആദ്യം നന്ദി പറയുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും സാധാരണ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. നെക്സ്റ്റ് ടു ഗോഡ് ദൈ പാരൻസ് എന്നാണ് അവിടെ ഉണ്ടായിരുന്നത്. കാണാവോ? പാരസൈറ്റ്സ് എമംഗ് അസ്, ദ ടു ലെഗ്ഡ് കൈൻഡ്, എ ഹ്യൂമറസ് ലുക്ക് അറ്റ് ഹ്യൂമൻ ഡ്രെയിനേഴ്സ്. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇത് മുഖത്ത് ഒരു പാരസൈറ്റ് ആണ്. മനുഷ്യരുടെ ശരീരത്തിൽ ജീവിക്കുന്ന, ചർമ്മത്തിൽ പിടിച്ച് ജീവിക്കും. നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ പാരസൈറ്റുകളാണ്. ചിലത് മനുഷ്യരുടെ രക്തം കുടിക്കും, ചിലത് ശരീരത്തിനുള്ളിൽ പുഴു, നേർത്ത നൂൽപ്പുഴു ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ. പിന്നെ രോഗങ്ങൾ പരത്തുന്നു. വ്യക്തിഗത ശുചിത്വവും പരിസര ശുചിത്വവുമാണ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന്റെ ശല്യമില്ലാതിരിക്കാൻ. ഇതും മണ്ണിലും വെള്ളത്തിലും മാത്രമല്ല, മനുഷ്യരുടെ ശരീരത്തിനകത്തും പുറത്തും രോഗം പരത്തുകയും അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്യുന്ന പാരസൈറ്റുകളാണ്. ഇപ്പൊ ഒരു പുതിയ പാരസൈറ്റ് എന്ന് പറയാം, അമീബിക് ഒരു പാരസൈറ്റിനെ പറ്റി നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുമല്ലേ, വിഷമിച്ച് പേടിച്ചിരിക്കുമല്ലേ, അല്ലേ? അതെ അതെ, അമീബിക് ജ്വരം. അത് ഒരു അമീബ നെഗ്ലേറി ഫൗളേറിയ എന്നാണ് അതിന്റെ പേര്. പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്നാണ് രോഗത്തിന്റെ പേര്. PAM എന്ന് ചുരുക്കി നമുക്ക് പറയാം. അത് ഫ്രീ ആയിട്ട് പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റും. പാരസൈറ്റ് അല്ല ആക്ച്വലി, പക്ഷെ ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ അത് പാരസൈറ്റ് ആണ്. അല്ലാതെ അതിന് ജീവിക്കാൻ പറ്റും, ചെളിക്കകത്തൊക്കെ ജീവിക്കാൻ പറ്റും. പക്ഷെ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് മുഴുവൻ തിന്ന് തീർത്തോളൂ. അപ്പൊ അത് പാരസൈറ്റ് ആയി. We humans are the greatest of Earth's parasites. മാർട്ടിൻ H. ഫിഷറിന്റെ ഒരു കോട്ടാണ്. മനുഷ്യരാണ് ഭൂമിയിലെ ഏറ്റവും വലിയ പാരസൈറ്റുകൾ. നമ്മളെ ഭൂമി നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ് നമുക്ക് ഉപയോഗിക്കാൻ. പക്ഷെ നമ്മളത് ആവശ്യത്തിനല്ല ഉപയോഗിക്കുന്നത്, ആവശ്യത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളൊക്കെ നമ്മൾ ഭൂമിയെ തകർക്കുന്ന രീതിയിൽ അമിതമായി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഭാഗത്തുണ്ട്. നമ്മൾ ഭൂമിയോട് ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് പോണം എന്നുള്ള വിചാരത്തിൽ തന്നെ പെരുമാറേണ്ടതാണ്. എവർ നോട്ടീസ്ഡ് പീപ്പിൾ ഓൾവേസ് ആസ്കിങ് യു ടു ബ്രിങ് ദം
something never bring you something. I call them parasites. ചില ആളുകൾ നമ്മുടെ കയ്യിലുള്ളതെല്ലാം വാങ്ങിക്കൊണ്ടുപോകും, നമുക്കൊരിക്കലും ഒന്നും തരില്ല. അങ്ങനത്തെ ആളുകളെ പരിചയമുണ്ടോ സുലൈമാൻ സാറേ? ഉണ്ട് മാം. അങ്ങനത്തെ നമുക്ക് ആളുകളെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിചയപ്പെടാറുണ്ടല്ലേ? നമ്മള് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, അതിന്റെ ദുരന്തം അനുഭവിക്കുന്നുമുണ്ട്. ഇവരെ പറ്റിയാണ് നമുക്കൊന്ന് ഒരു തമാശ രൂപത്തിൽ ചിന്തിക്കാനുള്ളത്. റെഡിയല്ലേ? A humorous look at human drainage. Biologically speaking, an organism that lives on or in a host and gets its food from or at the expense of its host. In our context, an individual who consistently takes from others without giving anything in return. They feed on your time, energy, resources and goodwill. നമ്മുടേതെല്ലാം അവർ ഇങ്ങനെ ഈ അമീബയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മളെ എല്ലാം മുഴുവനായിട്ട് അവർ തീർത്തു തരും. മലയാളത്തിൽ ഞാൻ അതൊന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഇതാണല്ലോ. അതൊന്ന് വായിക്കാവോ അമർജ്യോതിമ? റിബൺ കാരണം മുഴുവൻ കാണത്തില്ല. യെസ്, ജീവശാസ്ത്രത്തിൽ പാരസിറ്റ്സ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ ശരീരത്തിൽ ജീവിച്ച് അവരിൽ നിന്ന് പോഷണം നേടുന്ന ജീവികളാണ്. സമൂഹത്തിലും അതുപോലെ ചിലർ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റുള്ളവരുടെ പരിശ്രമം ചൂഷണം ചെയ്ത് ഒന്നും തിരികെ കൊടുക്കാതെ. എല്ലാ പാരസിറ്റുകളും പുഴുക്കളല്ല, ചിലത് മനുഷ്യരായി നടക്കുന്നു. ഇപ്പൊ കൊതുക് നമ്മുടെ ബ്ലഡ് അടിച്ച് നല്ല സുഖമായിട്ട് മൃഷ്ടാന്ന ഭോജനം കഴിഞ്ഞിട്ട് പറയുന്ന കണ്ടില്ലേ, താങ്ക്സ് ഫോർ ദ ഫ്രീ ലഞ്ച്. ഇതാണ് ഞാൻ ഒരു കാര്യം ഓർക്കുമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ കൽപ്പറ്റ തന്നെ ഒരു ലേഡി ഒരു 3 കുട്ടികളുമായിട്ട് വന്നു. കുട്ടികളെ പ്രൈവറ്റ് ആയിട്ട് 7ാം ക്ലാസ് വരെ അപ്പൊ ചേർക്കാൻ പറ്റും. അപ്പൊ അവരുടെ പെൺകുട്ടികൾ നല്ല വലുപ്പമുണ്ട്, 7ാം ക്ലാസ്സിലേക്കുള്ള വലുപ്പം അല്ല. അപ്പം അങ്ങനെ ഏതായാലും നല്ല 2 പിള്ളേർ വന്നതാണ്. പിള്ളേരെ നമ്മൾ ചേർക്കണമല്ലോ. അപ്പം ഞങ്ങളെല്ലാം വേണ്ട സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി കൊടുത്തു. അവരുടെ പേര് വീണ വേണുഗോപാലൻ എന്നായിരുന്നു. നല്ല ഹൈ ലെവലിൽ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർ ഒറീസയിൽ ഹസ്ബൻഡിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ കുട്ടികളും അവിടെ മലയാളം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ല. അവർ വീട്ടിലിരുന്ന്, അവർ ടീച്ചറാണ്, വീട്ടിലിരുന്ന് പഠിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ പ്രൈവറ്റായിട്ട് 7ാം ക്ലാസ്സിൽ ഇവിടെ ചേർക്കണം. 7ലായിരുന്നു എൻ്റെ ഓർമ്മ. അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ഒറീസയിൽ നിന്ന് വന്ന പിള്ളേരാണല്ലോ, ഒത്തിരി കാലമായി കേട്ടോ. എൻ്റെ മോൻ അന്ന് സെൻട്രൽ സ്കൂളിൽ പഠിക്കുക. അപ്പം ഞാൻ ഓർത്ത് ഈ പിള്ളേരോട് ഒരു കവിത എങ്ങനെ എഴുതി തരാൻ പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ, ഒറിയൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ പറഞ്ഞാൽ മോന് അത് അവിടെ പോയി വലിയ ആളാകാമല്ലോ എന്ന് ഓർത്ത് ഞാൻ ആ പിള്ളേരോട് ചെന്ന് ക്ലാസ്സിൽ ചെന്ന് എനിക്കൊരു കവിത എഴുതി തരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ ചിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മക്കളുണ്ടല്ലോ, സ്കൂളിലെ മക്കള്, അവർ നല്ല വേന്ദ്രന്മാരായിരുന്നു. അവർ പിറ്റേ ദിവസം, അവർ വന്നതിൻ്റെ പിറ്റേ ദിവസം പിന്നെ ചുമരയിൽ എഴുതി, ഒറീസ ഞങ്ങൾക്ക് വൈത്തിരിയാണ്. വൈത്തിരി ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്. അത് ആർക്കും മനസ്സിലായില്ല ഇവരെന്നാ ഇങ്ങനെ എഴുതിയെന്നൊന്നും. ആക്ച്വലി അവർ വൈത്തിരി എന്നാണ് വന്നത്. പിന്നെ അങ്ങനെ അവരവിടെ വന്ന് വലിയ ഹൈ ലെവൽ ആഷ്പൂഷായിട്ടൊക്കെ ജീവിക്കുവാണ്. അപ്പം ഞങ്ങൾ ചെയ്തു, ഒരു നല്ല ഒരു ടീച്ചറെ കിട്ടിയതാണല്ലോ, മദർ പി ടി എ പ്രസിഡൻ്റൊക്കെ അങ്ങ് ആക്കി. അപ്പം അത് കഴിഞ്ഞ് ഇവർ എല്ലാ ചില അധ്യാപകരുടെയൊക്കെ വീടുകളിൽ ചെല്ലും. ഞങ്ങളുടെ ഒരു കണക്ക് സാറുണ്ടായിരുന്നു, നല്ല ഇത്തിരി പിസ്കനാ. സാറിനൊരു സ്ഥലം ഉണ്ടായിരുന്നത് വിൽക്കാൻ പറ്റാതെ കിടക്കുമായിരുന്നു. പിന്നെ സാറിനെ മക്കൾക്ക് ട്യൂഷൻ എടുക്കാൻ വിളിച്ചു. മാസമായപ്പോൾ നല്ല അലക്കി തേച്ച നോട്ട്, സാർ ആദ്യമായിട്ട് അത്രയും നോട്ട് ഒത്തിച്ച് കാണുന്നത്, സാറിന് കൊടുത്തു. എന്നിട്ട് ഈ സ്ഥലം വിൽക്കാൻ പറ്റാത്ത കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ വിറ്റു കൊടുക്കാം, അവർക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, അവരെ ഏൽപ്പിച്ചു. പിന്നെ അങ്ങനെ അവരെന്നാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാർ അങ്ങ് വിളിക്കും. കാറ് വിളിച്ചിട്ട് വാടക കൊടുക്കത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഒരു കടയിൽ പോയി ഒരു ഫ്രിഡ്ജ് വാങ്ങും. ആ ഫ്രിഡ്ജ് വാങ്ങി ആ ഫ്രിഡ്ജുമായിട്ടൊരു വേറൊരു വീട്ടിൽ ചെന്ന് അവർക്ക് അവിടെ എന്തെങ്കിലും അവരോട് ലോഗ്യം കൂടിയിട്ടുണ്ടാവും, അവർക്ക് അതങ്ങ് പ്രസന്റ് കൊടുക്കും. അല്ലെങ്കിൽ ഈ നല്ല വില കൂടിയ വാച്ചൊക്കെ ഇല്ലേ, ഗോൾഡൻ കളറൊക്കെ ഉള്ള അങ്ങനത്തെ വാച്ചുകൾ, അങ്ങനെ ഈ ടൗണിലുള്ള കടകളിൽ എല്ലാ സാധനങ്ങൾ വാങ്ങി. എൻ്റെ ചെക്ക് എങ്ങനെ ഇതായിപ്പോയി, അതുകൊണ്ട് ഞാൻ തന്നോളാം എന്നൊക്കെ പറഞ്ഞ്, അല്ലെ വണ്ടി ചെക്ക് കൊടുത്തിട്ടോ എങ്ങനെയൊക്കെയോ വാങ്ങി എല്ലാ വീട്ടിലും കൂടെ കൊടുത്തു. ആ വീടുകളിലുള്ള സ്ത്രീകളുടെയൊക്കെ സ്വർണം പിന്നെ അവര് പിന്നെ ഇങ്ങനെ
പണയം വെക്കാനൊക്കെ മേടിച്ചു, എല്ലാവരോടും വായ്പ മേടിച്ചു. അങ്ങനെ ഒത്തിരി പേർക്ക് കൊടുക്കാനുണ്ട്. അവർ പിന്നെ 10 പവന്റെ മാല വീണു പോയ കാര്യവും ലാട്രിനിലേക്ക് വീണു പോയ കാര്യവും അങ്ങനത്തെയൊക്കെ സംസാരിക്കുക. അങ്ങനെ വന്ന് അവസാനം അവർ പാപ്പരായിട്ട് പ്രഖ്യാപിച്ച് ഈ പറയുന്ന ആളുകളുടെ എല്ലാം കാശ് പോയി. പലരും ആത്മഹത്യയുടെ വക്കിലൊക്കെ ആയി. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പോയില്ല. ഞാൻ ഈ കുട്ടികളെ മത്സരത്തിനൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർ കാറൊക്കെ വിളിച്ചു വരും. അതിൽ പോകാനൊത്തു. അവർ നല്ല ഭക്ഷണവും വാങ്ങി തന്നിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ചിരി വരും. എല്ലാവരെയും പറ്റിച്ചു, എനിക്ക് നല്ല ഫുഡൊക്കെ കിട്ടി. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. അല്ലെ ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവരിപ്പോ ജയിലിലാണ് ഉള്ളതെന്നാണ് എൻ്റെ കുറച്ചു കാലം മുമ്പ് വരെ ജയിലിലായിരുന്നു. ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. ഇത് പിന്നെ ദ ഹോസ്റ്റ് യു ആൻഡ് മീ. ഈ പാരസൈറ്റുകളുടെ ഹോസ്റ്റ് നമ്മളായിരിക്കും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളായിരിക്കും അവരുടെ ഹോസ്റ്റ്. വി ആർ ദ വൺ വിത്ത് ദ റിസോഴ്സസ്. കാരണം നമ്മൾ റിസോഴ്സസ് ഉള്ളവരാണ്. വിഭവങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്, അവർക്കറിയാതെ. വിഭവങ്ങൾ എന്തൊക്കെയാണ്? ടൈം, ഇമോഷണൽ സപ്പോർട്ട്, എ ഷോൾഡർ ടു ക്രൈ ഓൺ, എ സ്പെയർ $10, എ കാർ ടു ബോറോ. അവർക്ക് എന്തെങ്കിലും മതി. നമ്മുടെ സമയം കളഞ്ഞു തരും, നമ്മളെ വൈകാരികമായിട്ട് ചൂഷണം ചെയ്യും. അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറയും, നമ്മളോട് പറയും. അവർക്ക് ചാരാൻ ഒരു ഷോൾഡറായി, അല്ലെങ്കിൽ 10 രൂപ കടം വാങ്ങുക, അല്ലെങ്കിൽ ഒരു കാറ് തൽക്കാലത്തേക്ക് എടുക്കുക. ഇത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തോളും. വി ഓഫൺ ഹാവ് ഗുഡ് ഇന്റൻഷൻ. നമുക്ക് നല്ല മനസ്സായതുകൊണ്ട് നമ്മൾ ഇത് തെറ്റിദ്ധരിക്കുന്നു. ആദ്യം നമ്മൾ ആരെയും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നില്ലല്ലോ. നമ്മൾ നല്ലവരായതുകൊണ്ട് അവർക്ക് നമ്മൾ പിന്നെ ഹോസ്റ്റായി കൊടുക്കും. വി വാണ്ട് ടു ഹെൽപ്പ്. നമുക്ക് സഹായിക്കാൻ ഇഷ്ടമാണല്ലോ. വി ബിലീവ് ഇൻ പീപ്പിൾ. വി ആർ എംപത്തറ്റിക്. നമുക്ക് സഹാനുഭൂതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ചൂഷണം ചെയ്യുന്നത്. വി ഗെറ്റ് ഡ്രെയിൻഡ്. അവസാനം വരുമ്പോൾ നമുക്ക് മടുക്കും. ആൻഡ് എംപ്റ്റി ആഫ്റ്റർ ഇന്ററാക്ടിങ് വിത്ത് ദം. നമുക്ക് ഒരു ശൂന്യതാബോധം തോന്നും അവരുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ. ഫീലിംഗ് ടയേർഡ്, യൂസ്ഡ്. നമ്മളെ ഉപയോഗിച്ച പോലെ നമുക്ക് തോന്നും. അങ്ങനെ നമ്മൾക്ക് മടുക്കും അവസാനം വരുമ്പോൾ. കോമൺ സ്പീഷീസ്, two-legged parasites, a taxonomy of human parasites. ഇത് കുറച്ച് ആളുകളുടെ രീതിയാണ്. ദ ഫിനാൻഷ്യൽ സൈഫർ. ഇത് സാമ്പത്തികമായി നമ്മളെ ചൂഷണം ചെയ്യുന്ന ആളുകളാണ്. ഫോർഗോട്ട് ദെയർ വാലറ്റ്. നമ്മളെ കാണുമ്പോൾ പറയും, ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി, കുറച്ച് അത്യാവശ്യത്തിന് കുറച്ച് പൈസ വേണം. ആ ലേഡി ഇങ്ങനെയാ പറയാ. അവർക്ക് വലിയ വീടുണ്ട് നാട്ടില്. ആ വീടിന്റെ കച്ചവടമൊക്കെ റെഡിയായി ഇരിക്കുകയാണ്. ചെക്ക് എവിടെയോ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അത്യാവശ്യത്തിന് ഒരു ഓപ്പറേഷൻ ഉണ്ട്, വേഗം കുറച്ച് പൈസ വേണമെന്നൊക്കെ പറഞ്ഞാണ് മാഷന്മാരോടൊക്കെ പൈസ വാങ്ങാം. ദേ നെവർ റീപേ. അവരൊരിക്കലും തിരിച്ചു തരില്ല. ഓർ ആസ്ക് യു ടു ബൈ ദം തിങ്സ്. അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വരും. തൽക്കാലത്തേക്കല്ലേ. നമുക്ക് അവരോട് താല്പര്യമാണ്. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു പോകും. ഹേയ്, ക്യാൻ യു സ്പോട്ട് മീ അൺടിൽ ഫ്രൈഡേ. എന്നെ ഒരു വെള്ളിയാഴ്ച വരെ ഒന്ന് സഹായിക്കണേ. ഐ വിൽ ടോട്ടലി പേ യു ബാക്ക്. മുഴുവൻ ഞാൻ വെള്ളിയാഴ്ച തരാം. പക്ഷെ ആ വെള്ളിയാഴ്ച ഒരിക്കലും വരില്ല. ഇതാണ് അവരുടെ രീതി. കോമൺ സ്പീഷീസ് ഓഫ് two-legged parasites കണ്ടിന്യൂ. ദ ടൈം ലീച്ച്. ഇവർ സമയമാണ് നമ്മുടെ കളയുക. ലവ്സ് ലോങ് വൺ-സൈഡഡ് ഫോൺ കോൾസ്. അവര് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്നും നോക്കൂല. കുറേ സമയം നമ്മളോട് ഫോൺ ചെയ്ത് അവർക്ക് റിലാക്സ് ആകാൻ പാകത്തിന് ഫോൺ ചെയ്യും. ഷോസ് അപ്പ് അൺഅനൗൺസ്ഡ്. അവർ കയറി വരും പറയാതെ നമ്മുടെ വീട്ടിലേക്ക്. ആൻഡ് എക്സ്പെക്ട്സ് യു ടു ഡ്രോപ്പ് എവറിഥിങ് ഫോർ ദം. നമ്മളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മളെ കൊണ്ട് അവരുടെ മുഴുവൻ കാര്യങ്ങൾക്കും നമ്മളെ കൂട്ടുന്നത്. ഐ നോ യു ആർ ബിസി ബട്ട് ദിസ് വിൽ നോ ഓൺലി ടേക്ക് എ മിനിറ്റ്. എനിക്കറിയാം നിങ്ങൾക്ക് തിരക്കാണെന്ന്, പക്ഷെ ഇത് 1 മിനിറ്റേ എടുക്കൂ. 7 മിനിറ്റേ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഉച്ചവരെയൊക്കെ ഇങ്ങനെ നീണ്ടു പോകും. അങ്ങനത്തെ ആളുകളെ പരിചയം ഉണ്ടാവുമല്ലോ അല്ലെ? എല്ലാവർക്കും അങ്ങനത്തെ ആളുകളെ പരിചയം ഉണ്ടാവും. ഓർത്തെടുക്കണം അല്ലേ? ഓർത്തെടുക്കേണ്ടിയൊന്നും വരില്ല. കുടുംബത്തിൽ തന്നെ ഉണ്ടാവും ഇങ്ങനത്തെ ആൾക്കാർ. ഓക്കെ, ശരിയാണ്. ദ ഇമോഷണൽ വാമ്പയർ. അവര് ഇമോഷണലി ആണ് നമ്മളെ ചൂഷണം ചെയ്യുക.
ഒരു നമ്മളെ ഊറ്റി കുടിക്കുക, ഇമോഷണലി ആണ്. ദ വോ ഈസ് മീ. നിങ്ങൾക്ക് അറിയില്ല എൻ്റെ വിഷമം. അവര് ഡ്രാമ കളിക്കും. പിന്നെ ഈ കഥാപാത്രങ്ങൾ എന്താ ചെയ്യും, ടൈപ്പ് ഹു ഡംസ് ഓൾ ദർ പ്രോബ്ലംസ് ഓൺ യു ബട്ട് നെവർ ലിസൺസ് ടു യു വേഴ്സ്. നമ്മളിവിടെ കാര്യങ്ങളൊന്നും കേൾക്കാൻ അവർക്ക് നേരമില്ല. അവരുടെ പ്രോബ്ലംസ് ഇങ്ങനെ അഴിച്ചിട്ടോണ്ടിരിക്കും. ദേ ത്രൈവ് ഓൺ ഡ്രാമ ആൻഡ് യുവർ സിമ്പതി. നമ്മളുടെ ആ ഒരു സഹാനുഭൂതിയിലും അവരുടെ ഡ്രാമയിലുമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. You won't believe what happened to me, but enough about me. What do you think about my problem? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല എൻ്റെ പ്രശ്നം. നിങ്ങൾക്കറിയോ, ലോകത്ത് ആർക്കും ഇല്ല എൻ്റെ അത്രയുള്ള പ്രശ്നം. നിങ്ങൾ എന്താ വിചാരിക്കുന്നത് എൻ്റെ പ്രശ്നത്തെ പറ്റി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് വേറൊരു ടൈപ്പാണ് അമൃതജ്യോതി മാം പറഞ്ഞ ഇതാണ് ദ ജെൻ ഇസഡ് പാരസൈറ്റ് ഓർ ദ മില്യണിയൽ മ്യൂച്ചർ. ഈ കാലഘട്ടത്തിലെ ഒരു മടിയന്മാരെ പറ്റിയാണ് പറയാൻ പോണത്. ദിസ് സ്പീഷീസ് ഓപ്പറേറ്റ്സ് അണ്ടർ ദ അസംഷൻ ദാറ്റ് ദേ ആർ എൻടൈറ്റിൽഡ് ടു ദെയർ പേരൻസ് റിസോഴ്സസ്. അച്ഛനമ്മമാര് കുട്ടികളെ വല്ലാതെ വാങ്ങിക്കൊടുത്തും അവരെ ബുദ്ധിമുട്ടിക്കാതെ അവരെ തലയെ കയറ്റി വെച്ച് അച്ഛനമ്മമാരുടെ പെരുമാറ്റത്തു നിന്നാണ് ഇവര് മില്ലേനിയൽ മ്യൂച്ചറായി മാറുന്നത്. അപ്പം അവരുടെ വിചാരം എൻടൈറ്റിൽ ടു ദർ പേരൻസ് റിസോഴ്സസ്. ഈ പേരൻസിന്റെ റിസോഴ്സസ് അവരുടേതാണെന്നാണ് അവരുടെ വിചാരം. ഏത് ഈ കുട്ടികളുടെ വിചാരം. ബീറ്റ് എ കാർ, വീട്ടിലെ കാറ്, എ പ്ലേസ് ടു ലിവ്, വീട്, ഓർ ഫിനാൻഷ്യൽ സപ്പോർട്ട്, വീട്ടിൽ എന്ത് കാശുണ്ടെങ്കിലും അത് അവരുടേതാണ്. വിത്തൗട്ട് ദ നീഡ് ഫോർ എ താങ്ക് യു. താങ്ക്സ് ഒന്നും പറയണ്ട, വീട്ടിലുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല. ഓർ എ പ്ലാൻ ടു ബിക്കം ഇൻഡിപെൻഡന്റ്. അവർക്കൊരു ഇൻഡിപെൻഡന്റ് ആകാൻ ഒരു പ്ലാനും ഇല്ല, അവരിവിടെ തന്നെ താമസിച്ചോളും. ദേ ബിലീവ് അസറ്റ്സ് ആർ ദെയർ ബെർത്ത് റൈറ്റ്. അതാണ് അതിൻ്റെ ഒരു ഇത്. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടോ? അസറ്റ് ഒക്കെ അവരുടെ ബെർത്ത് റൈറ്റ് ആണ്, ജന്മാവകാശമാണ്. ഇത് മാതാപിതാക്കളുടെ അമിതമായ പിന്തുണ കിട്ടിയിട്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ ആവുന്നത്. അവസാനമാണ് ഇത് വേദനാജനകമായി മാറുന്നത്. അങ്ങനെയുള്ള അവസ്ഥയുണ്ടോ സാറേ നമ്മുടെ ചുറ്റുവട്ടത്തെങ്കിലും? ഇതിനേക്കാളും മാരകമായ അവസ്ഥയല്ലേ മാം ഇപ്പോൾ ഈ നിമിഷം എനിക്ക് ആഗ്രഹിക്കുന്നത് കൂടെ തരേണ്ട വരുന്ന ഒരവസ്ഥ. വൈൽ വി ജോക്ക് ഇറ്റ് ഈസ് എ, അതൊന്ന് വായിച്ചേക്കാവോ അമൃതജ്യോതി മാം? കാണത്തില്ല. ഞാൻ അമൃതജ്യോതി മാം സ്പീക്കർ. Yes, while we joke, it's a reminder that healthy family dynamics are a two-way street. Respect, communication, and mindful effort are vital for everyone's well-being. ഒരു ഫാമിലി, നല്ല ഫാമിലി എന്ന് പറയുമ്പം കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് ഡ്യൂട്ടികളുണ്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. എല്ലാ കാര്യത്തിലും അവർ ഇൻവോൾവ്ഡ് ആയിരിക്കണം. അല്ലാതെ ഈ അച്ഛനമ്മമാരെ വെറുതെ ഇങ്ങനെ ഒരു വശത്തേക്ക് വൺ വേ ട്രാഫിക് ആയിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് ടൂ വേ അല്ലാതിരിക്കുന്നത് ശരിയല്ല. ഇപ്പം രണ്ട് അച്ഛനും അമ്മയും പെൻഷനേഴ്സ് ആണ്, കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ മക്കള് കുറച്ച് നാൾ കൂടി വീട്ടിലേക്ക് വരുമ്പോൾ കയ്യും വീശി ചിലപ്പോൾ കയറി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ വീടുകളിൽ. അച്ഛനും അമ്മയ്ക്കും എല്ലാം ഉണ്ട്, ഒന്നും ആവശ്യമില്ല. പക്ഷെ അവര് കുറച്ച് നാൾ കൂടി വരുമ്പം എന്തെങ്കിലും ഒരു ചെറിയ പൊതി, ഒരു 2 നട്ട്സെങ്കിലും വാങ്ങി കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ഒരു ഡോപ്പമിനും കിട്ടില്ലേ? ഇല്ലേ? അച്ഛനും കിട്ടും, മകനും കിട്ടൂലേ മാം? Yes, yes, sure. അങ്ങനെ ഒരു ചിന്ത എന്തുകൊണ്ടാ കുട്ടികൾക്ക് ഇല്ലാത്തത്? അത് വാങ്ങി ശീലമുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള അതിന്റെ ഇമ്പോർട്ടൻസ് അവർക്ക് അറിയില്ല. അതുപോലെ നമ്മളൊക്കെ ഏത് വീട്ടിൽ പോയാലും ആ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു കയ്യിൽ ഒരു ചെറിയ പൊതിയൊക്കെ ആയിട്ടാ പോവുക. അടുത്ത ബേക്കറി കയറിയിട്ടോ എന്തെങ്കിലും വാങ്ങാതെ പോവില്ല. അത് നിർബന്ധമാണ്. അത് പിന്നെ അങ്ങനെ പോവും. നമ്മളിങ്ങനെ വെറുതെ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വൃത്തികെട്ട ഫീലാണ്. അപ്പൊ പക്ഷെ അങ്ങനെ ഒരു വീട്ടിലേക്ക് ഒരു ദിവസത്തെ താമസിക്കാൻ വരുമ്പം പോലും ഒന്നും കയ്യിൽ വെക്കാതെ വരുന്ന ആളുകളാണ് കൂടുതലും നമ്മുടെ ബന്ധുക്കള്. ശരിയല്ലേ? ശരിയല്ലേ? അങ്ങനത്തെ ആൾക്കാരുണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്. നല്ല ആളുകൾ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്,
ഒരാളെങ്കിലും അങ്ങനെ വരുമ്പോ അത് ശരിയാണോ എന്നാ ഞാൻ ചോദിച്ചത്. ശരിയല്ല. എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരുന്നതാണ് അതിന്റെ മര്യാദ. പ്രത്യേകിച്ച് കുട്ടികളുടെ വീട്ടിലല്ലേ? കുട്ടികളുള്ള വീട് എന്ന് അങ്ങനെ പറയരുത് മാം. പ്രായമുള്ളവർക്ക് അവർക്ക് പറ്റി എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ എന്താ കുഴപ്പം? ഒരു ഡോപ്പമിൻ കിട്ടില്ലേ? പ്രായമുള്ള കുട്ടികൾ. പ്രായമുള്ള കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള വാങ്ങണം. കോലുമുട്ടായി വാങ്ങണ്ട, നിങ്ങൾ കുറച്ച് നട്ട്സ് വാങ്ങിക്കോ. ഓക്കെ ഓക്കെ, ശരിയാ മാം. ഇത് മകനാണ്, TV കാണാണ്, അച്ഛനും അമ്മയും ജോലി ചെയ്യാണ് കേട്ടോ. ദ യങ്ങർ സിബ്ലിംഗ് അടുത്ത ടീമാണ്. ഒരു പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, മൂത്ത മകൻ അല്ലെങ്കിൽ മകളാണ് എല്ലാത്തിന്റെ ഉത്തരവാദിത്വക്കാരൻ. ചില വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടോ? അതാണ് Yes. പൊതു നിയമം. അതൊരു നിയമം പോലെയാണ് അല്ലേ? അത് പണ്ടാണ് കൂടുതൽ, ഇപ്പൊ കുറവാണ്. ഇപ്പൊ നോക്കാനില്ലല്ലോ, 1-2 അല്ലേ ഉള്ളൂ. This species operates with a full sense of entitlement. They view the elder sibling as the designated host for all family responsibilities, from taking care of parents to handling finances. They are quick to claim assets but slow to take on any burdens. ഇളയ ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് അസറ്റ് പെട്ടെന്ന് വേണം, പക്ഷെ അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇളയ ആളുകൾക്ക് ഇല്ല. മൂത്ത ആളുകൾ ആണ്. ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു വല്യേട്ടനോ. യെസ്. അപ്പം ഇത് പിന്നെ ഒന്ന് വായിച്ചേക്ക് മാം. മാം മ്യൂട്ടാണ്. The younger sibling parasite. അല്ല, അത് വേണ്ട, മലയാളം വായിച്ചാൽ മതി. മലയാളം വെച്ച അമ്മയുടെ ഡോക്ടറെ കാണിക്കുന്നതൊക്കെ നീ നോക്കിക്കോ, നീയാണല്ലോ ഉത്തരവാദിത്വമുള്ള കുട്ടി. ഇളയാള് മൂത്തയാളോട് പറയുന്നത് അതിലെല്ലാം ഉണ്ടല്ലോ അല്ലേ? യെസ്. ഇതാണ് ആ രംഗം, ശരിയല്ലേ? നമ്മളെ പഴയ അർച്ചന ടീച്ചറൊക്കെ ഉണ്ടാവുമല്ലോ. Someone is sucking energy out of your environment. Real leaders give energy, they don't drain it. ആ മലയാളം ഒന്ന് വായിച്ചേക്കുന്ന. ഊർജം വലിച്ചെടുക്കുന്നവരാണ് ചിലർ. യഥാർത്ഥ നേതാക്കന്മാർ ഊർജം നൽകുന്നവരാണ്, അല്ലാതെ ഊർജം ചോർത്തുന്നവരല്ല. ഇങ്ങനെ ഒരു ടീമും നമ്മുടെ ഇടയിൽ ഉണ്ടാവും അല്ലേ? യെസ്. Parasites will always be a parasites. നേരത്തെ അമൃതജ്യോതി മാം പറഞ്ഞ പോലെ, never expect a parasite to be your backbone. If one does, would crumble to ashes. അവര് പരാന്നഭോജികൾ ഒരിക്കലും പരാന്നഭോജികൾ അല്ലാതെ എന്തെങ്കിലും തരുന്ന ആളുകളായി മാറില്ല ഒരിക്കലും. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാനേ പാടില്ല. അവരെ നമ്മൾ പോറ്റിക്കൊണ്ടിരുന്നാൽ അവസാനം നമ്മൾ ചാരമാകും എന്നാണ് യോഗേഷ് വി നയ്യാറുടെ കോട്ടാണ്. ഇതൊരു വേറൊരു അവസ്ഥയാണ്. വി ആർ ഹാവിംഗ് ട്രബിൾ ഫൈൻഡിങ് എ വേ, സോ വി കോൾഡ് ഇൻ എ സ്പെഷ്യലിസ്റ്റ്. ഇത് മനസ്സിലായല്ലോ അല്ലേ? ഒരു വെയിന് ട്രബിൾ ആയതുകൊണ്ട് സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചിരിക്കുകയാണെന്ന് രോഗിയോട് ഹോസ്പിറ്റലുകാർ പറയാണ്. അടുത്തതൊന്ന് വായിക്കാവോ സാബു സാറേ? We can't find everything wrong with you. So എനിത്തിങ്. anything wrong with you. So we are going to treat you for symptom deficit disorder. അത് താഴെ കൂടെ ഉണ്ട് സർ. Medical science has made such tremendous progress that there is hardly a healthy human left. ഡോക്ടർ നോക്കിയപ്പോൾ ഒരു അസുഖവും കാണുന്നില്ല. അപ്പൊ അങ്ങേര് പറഞ്ഞതിനാണ് സിംറ്റം ഡെഫിസിറ്റ് ഡിസോർഡർ ആണ് അയാൾക്ക് പറഞ്ഞ രോഗം. ഞാനതിനെപ്പറ്റി വിശദീകരിക്കണ്ടല്ലോ അല്ലേ? ദ സിസ്റ്റമിക് സൈഫർ, സിസ്റ്റം എന്ന ഒരു രക്ഷസ്. ദിസ് ഈസ് ഇൻ എ സിംഗിൾ പേഴ്സൺ ബട്ട് എ ഫേസ്ലെസ് bureaucracy
or a complex system designed to drain your resources, time, and peace of mind. It operates through confusing paperwork, surprise fees, and jargon that only a specialist can understand. This parasite feeds on your lack of knowledge and your need for their service. ഇപ്പം ഒരു ഓഫീസിൽ ഒരു കാര്യത്തിന് ഒരു സാധാരണക്കാരൻ പോയാൽ അവിടുത്തെ പ്രൊസീജിയർ ഒന്നും അവർക്ക് അറിയില്ല. ഒരു ദിവസം ഒരു കടലാസ് കൊണ്ടുവരാൻ പറയും. കഷ്ടപ്പെട്ട് ആ കടലാസൊക്കെ കൊണ്ടുവരുമ്പോൾ വേറൊരു കടലാസ് പറയും പിറ്റേ ദിവസം. അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാ ദിവസവും ആ ഓഫീസിലേക്ക് ചെല്ലേണ്ട അവസ്ഥയാണ്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ഇത് പറയുമ്പോൾ ഞാൻ അവരോട് പറയാറ് എന്താന്ന് വെച്ചാൽ, ആ ക്ലർക്കാണ് ആരാണ് സെക്ഷനിൽ ചെന്നിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു കടലാസ് തരാൻ പറയുമല്ലോ. അപ്പം മോനെ എനിക്കിത് വായിക്കാൻ അത് ഓർത്തിരിക്കാൻ പറ്റില്ല, എല്ലാം ഒന്ന് എഴുതി എന്തൊക്കെ വേണമെന്നുള്ളത് ഒരു കടലാസിൽ എഴുതിയിട്ട് ഇങ്ങ് തരുമോ മോനെ എന്ന് ചോദിച്ചിട്ട് ഒന്ന് കാല് പിടിച്ച് പറഞ്ഞേക്കാൻ പറയും. എന്നാൽ അതെല്ലാം കൂടി എഴുതി തരുമ്പോൾ അവർക്ക് ആ കടലാസ് പിടിച്ച് പിന്നെ ചെന്ന് ചോദിക്കാലോ, ഇന്നലെ എന്താ ഇത് എഴുതാൻ ചെയ്യുന്നു. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ശരിക്കും ആളുകൾ ഓരോ ഓഫീസുകളിലൊക്കെ ചെന്നാൽ. നല്ല ആളുകൾ ഇല്ലാന്നല്ല, നല്ലതായാൽ അവരുടെ പിള്ളേർക്ക് നല്ലത് എന്നല്ലാതെ ഒന്നും പറയാനില്ല. യു വുഡ് മേക്ക് എ പെർഫെക്റ്റ് ടാക്സ് കളക്ടർ. ദേ ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ ബ്ലഡ് സക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അത് മുഴുവൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് പോലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിലല്ലാതെ കാര്യങ്ങൾ മനസ്സിലാവില്ല. ഡോക്ടർമാർ എഴുതിയാൽ നമുക്ക് വായിക്കാൻ പറ്റില്ല, ചിലപ്പോൾ മെഡിക്കൽ ഷോപ്പുകാർക്ക് പോലും വായിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ ഒന്നും കൂടി കാണിക്കാം. ഇതാണ് മുഖമില്ലാത്ത സിസ്റ്റം. ഇത് ഒരു വ്യക്തിയല്ല, മറിച്ച് നിങ്ങളുടെ വിഭവങ്ങൾ, സമയം, സമാധാനം എന്നിവ ഊറ്റിയെടുക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു മുഖമില്ലാത്ത സമ്പ്രദായമാണ്. ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രേഖകൾ, അപ്രതീക്ഷിതമായ ഫീസുകൾ, വിദഗ്ധർക്ക് മാത്രം മനസ്സിലാകുന്ന പദാവലികൾ എന്നിവയിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ അറിവില്ലായ്മയിലും ഈ സേവനങ്ങൾക്കുള്ള നിങ്ങളുടെ ആവശ്യകതയിലുമാണ് ഈ പരാന്നഭോജി ജീവിക്കുന്നത്. പോരെ? ധാരാളം. ഇതിനൊരു സൈക്കിൾ ഉണ്ട്, ഒരു വിഷ്യസ് സൈക്കിൾ ഉണ്ട്, ഒരു ദുഷിച്ച ചക്രമാണ്. സ്റ്റേജ് 1, ദ ഇനീഷ്യൽ ഹൂക്ക്. ദേ അപ്പിയർ ഫ്രണ്ട്ലി, ചാമിങ് ആൻഡ് സീം ടു ഹാവ് എ ലോട്ട് ഇൻ കോമൺ വിത്ത് യു. അവരെ നമ്മൾ പരിചയപ്പെടുമ്പോൾ, ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര സ്നേഹമൊക്കെ തോന്നും. അതുപോലെ നമുക്ക് അവരിൽ നമ്മളുടെ എന്തൊക്കെയോ സാമ്യങ്ങൾ തോന്നും. ശരിയല്ലേ? അന്നേരം നമുക്ക് ഭയങ്കര ഇഷ്ടം വരും അവരോട്, ഒത്തിരി സാമ്യം തോന്നും നമുക്ക്. സ്റ്റേജ് 2, ദ ഇൻഫെസ്റ്റേഷൻ. ഇത് പിന്നെ ബാധയാകുന്നത് പോലെ ഒരു അവസ്ഥയിലേക്ക് വരും. ദേ സ്റ്റാർട്ട് ടു മേക്ക് സ്മോൾ ഡിമാൻഡ്സ്. ചെറിയ ഡിമാൻഡുകൾ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പഴയ ഞങ്ങൾ നേരത്തെ താമസിച്ചിടത്തുള്ള ഒരു ലേഡി ഓട്ടോറിക്ഷ വിളിച്ച് വന്നിട്ട് ഓടി ഇങ്ങോട്ട് വന്നിട്ട്, അയ്യോ ഒരു 100 രൂപ ഇങ്ങെടുക്ക്, ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് ഒന്ന് പൈസ കൊടുക്കട്ടെ എന്ന് പറയും. അങ്ങനെ ആർത്തലിച്ച് ഓട്ടോറിക്ഷക്കാരനെ അവിടെ നിർത്തി വരുമ്പോൾ ഇവരെടുത്ത് കൊടുക്കും 100 രൂപ. അതെന്തിനാ വരുന്നതെന്നറിയോ? പണയം വെക്കാൻ സ്വർണം ചോദിക്കാൻ വരുന്നതാ. ഇവരോട് പണയം വെക്കാനുള്ള സ്വർണം ചോദിക്കാൻ വരുന്നതാ. അതും ആ ഓട്ടോറിക്ഷ കൂലി അങ്ങ് കൊടുത്ത്. അത് പണയം വെക്കാൻ സ്വർണം കൊടുത്താൽ തിരിച്ചു കിട്ടൂല, ഓട്ടോറിക്ഷ കൂലി പോയി. ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ അറിയാം. They start to make small demands which you happily fulfill because you are a good person. ആദ്യം പറയുന്ന ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും, നമ്മൾ നല്ല മനുഷ്യരാണ്. സ്റ്റേജ് 3, ദ ഡ്രെയിനിങ്. ഒഴുകാൻ തുടങ്ങും, ഇങ്ങനെ ചൂഷണം തുടങ്ങി. ദ ഡിമാൻഡ്സ് ഗ്രോ ബിഗർ. വലിയ ഡിമാൻഡുകളായി. ആൻഡ് മോർ ഫ്രീക്വന്റ്. കൂടെയായി. യു സ്റ്റാർട്ട് ടു ഫീൽ ദ എക്സോഷൻ ബട്ട് യു ആർ ടു ഇൻവെസ്റ്റഡ് ടു സേ നോ. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാൻ തുടങ്ങും. നമ്മൾ ആകെ ബുദ്ധിമുട്ടായി മടുത്ത്, പക്ഷെ നോ പറയാൻ നമുക്ക് പറ്റുന്നില്ല. സ്റ്റേജ് 4, ദ ടിപ്പിംഗ് പോയിന്റ്. കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ്. യു ഹിറ്റ് എ വാൾ. നിങ്ങൾക്ക് മതിയാകുന്നു. യു ഫീൽ റിസെന്റ്ഫുൾ ആൻഡ് യൂസ്ഡ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിക്കംസ് ടോക്സിക്. അത് വിഷമയമായ റിലേഷൻഷിപ്പായി മാറുന്നു.
അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആളുകൾ ഇങ്ങനെയാണോ, ഈ സൈക്കിള് നമുക്ക് മനസ്സിലാവും. സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ, ദേ ഡ്രെയിൻ യുവർ എനർജി ലൈക്ക് വാമ്പേഴ്സ്, സക്ക് ഔട്ട് ഹ്യൂമൻസ് ബ്ലഡ് ഹെൽ, ദേ ആർ ദ റിയൽ ഡിമെൻറ്റേഴ്സ്. അപ്പം ശരിയായ കിറുക്കന്മാരാണ് ഇവര്. നമ്മളെ നെഗറ്റീവായിട്ടുള്ള ഈ ആളുകളെ നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്തുകൊണ്ട് പോകും. ഇവരാണ് ഒരുതരം രക്ഷസുകളാണ്. വാച്ച് ദോസ് പീപ്പിൾ ഹു ഓൺലി വാണ്ട് ടു കണക്ട് വിത്ത് യു വെൻ ദേ സീ യു ഗോയിങ് അപ്പ്. അത് ശരിയല്ലേ? നമുക്ക് വലിയ കഴിവൊന്നും ഇല്ലാത്തപ്പോൾ ഇവരാരും നമ്മുടെ വീട്ടിലേക്ക് വരില്ല. വരുമോ? ഇല്ല. നമുക്കൊരു ലെവലായി എന്ന് കാണുമ്പോൾ ബന്ധുക്കളുടെ കളിയായിരിക്കും. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വീട്ടിലേക്ക് വരും. അത് ശരിയല്ലേ സാറേ? തീർച്ചയായും. ഇതൊരു വേറൊരു കാര്യമാണ്. Pregnancy is not a disease. The child in the womb is neither a tumor nor a parasite to be destroyed. Chris Sujit. ഇത് ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ വയറ്റിലുള്ള കുട്ടി ഒരിക്കലും ഒരു പാരസൈറ്റ് അല്ല. കാരണം എ ഹ്യൂമൻ ഫെറ്റസ് however is a new life from that develops in a mutually beneficial relationship. ഒരു മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണത് വിത്ത് ദ പേരന്റ്. ഇറ്റ് ഈസ് നോട്ട് എ പാരസൈറ്റ് ബിക്കോസ് ദ കണക്ഷൻ ഈസ് നോട്ട് എക്സ്പ്ലോയിറ്റേറ്റീവ്. എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു കണക്ഷൻ അല്ല. ദ ഡെവലപ്പിംഗ് ബേബി ആൻഡ് ദ പാരന്റ്സ് ബോഡി ആർ ഇൻ എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഡിസൈൻഡ് ബൈ നേച്ചർ ടു ക്രിയേറ്റ് ആൻഡ് നർച്ചർ ലൈഫ്. ജീവനെ ഉൽപ്പാദിപ്പിക്കാനും ജീവൻ നിലനിർത്താനും എല്ലാം നാച്ചർ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ്. പരസ്പര പ്രയോജനകരമായ ബന്ധമാണിത്. ഇത് ചൂഷണമല്ല, സഹജീവന ബന്ധമാണിത്. പ്രകൃതി രൂപകൽപ്പന ചെയ്ത് ജീവൻ സൃഷ്ടിക്കുന്നതാണ്. ആ പച്ച നിറത്തിലുള്ള ഒന്ന് വായിച്ചേക്കാവോ? കാണത്തില്ല. It is a beautiful example of a host-guest relationship where both parties are working together to achieve a common goal. ഒരു കോമൺ ഗോളിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഇത് നമ്മുടെ പാരസൈറ്റിസം അല്ല. ഇത് വേറൊരു കോട്ടാണ്. സ്റ്റേ അവേ ഫ്രം ലേസി പാരസൈറ്റ്സ് ഹു പേർച്ച് ഓൺ യു ജസ്റ്റ് കാണത്തില്ല. Just to satisfy their needs. They do not come to alleviate your burdens. Hence, their mission is to distract, detract, and extract and make you live with abject poverty. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം നിങ്ങളെ ഉപയോഗിക്കുന്ന പരാന്നഭൂജികളിൽ നിന്ന് അകലെ ആയിരിക്കുക. അവർ സഹായിക്കാനല്ല, ചൂഷണം ചെയ്ത് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളാനാണ് വരുന്നത്. ഇനി why is this harmful? It creates imbalance in society. ഇതൊരു സൊസൈറ്റിയിൽ ഇംബാലൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലര് ജോലി ചെയ്യുക, ചിലര് വെറുതെ ഇരുന്ന് കഴിക്കുക എന്നുള്ളത് ഇംബാലൻസ് ആണല്ലോ. ഇറ്റ് പ്രൊമോട്ട്സ് അസമത്വമാണ്. ഇറ്റ് പ്രൊമോട്ട്സ് ലേസിനെസ് ആൻഡ് ഡിപ്പെൻഡൻസി. ഇത് ചിലര് ലേസി ആകുന്നു, ഡിപ്പെൻഡന്റ് ആകുന്നു. അതിനനുസരിച്ച് മറ്റേയാൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരുന്നു. ഇറ്റ് ഈസ് അൺഫെയർ ടു ഹാർഡ് വർക്കിംഗ് പീപ്പിൾ. ഇത് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ആഘാതമാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് വിട്ടുമാറുക. ഫൈനൽ തോട്ട്. ഇറ്റ് ഈസ് നോട്ട് സെൽഫിഷ് ടു പ്രൊജക്ട് യുവർ ടൈം ആൻഡ് എനർജി. നമ്മൾ പ്രൊട്ടക്റ്റ്, നമ്മൾ സെൽഫിഷ് ആകലല്ല ഇത്. നമ്മുടെ സമയവും നമ്മുടെ എനർജിയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മളത് സ്വാർത്ഥതയായിട്ട് കാണാൻ പാടില്ല. ട്രൂ റിലേഷൻഷിപ്സ് ആർ എ ടു വേ സ്ട്രീറ്റ്. രണ്ട് വശത്തേക്കും വണ്ടി പോകണം. ഒരു വശത്തേക്ക് മാത്രം പോകുന്ന ഒരു റിലേഷൻഷിപ്പ് പാടില്ല. ബിൽറ്റ് ഓൺ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് സപ്പോർട്ട്. നമ്മൾ മ്യൂച്വൽ റെസ്പെക്റ്റിലും സപ്പോർട്ടിലും വേണം ജീവിക്കാൻ. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും അവർക്ക് തന്നെ വേറൊരു സന്ദർഭം ഉണ്ടാക്കി എന്തെങ്കിലും കൊടുക്കുന്ന ഒരു അവസ്ഥ നമ്മളൊക്കെ ചെയ്യാറുണ്ട്. ബി എ ഗിവർ ബട്ട് ഡോണ്ട് ലെറ്റ് യുവർ സെൽഫ് ബി എ ഹോസ്റ്റ്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാം,
പക്ഷെ എപ്പോഴും നമ്മൾ ഹോസ്റ്റ് ആയിക്കൊണ്ടിരിക്കാൻ പാടില്ല. ഇതൊന്നു The parasite phenomenon is limited to friendship or colleagues. Sometimes these dynamics can affect the most important relationships, including those within the family. It is a painful reality, and recognizing it is the first step. And the healthy family is built on mutual respect and care, not just the transfer of resources. All members should contribute to the emotional and financial well-being family in age-appropriate ways. ഇത് നമ്മൾ കുറച്ച് പറഞ്ഞതാണ്. എല്ലാ റിലേഷൻഷിപ്പും 2-way സ്ട്രീറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ അമിത പിന്തുണ കൊണ്ട് കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ ചൂഷകരായി മാറാൻ പാടില്ല. പിന്നെ അവർ തന്നെ അവസാനം ശപിക്കുകയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടിയും ഒക്കെ വരും മാതാപിതാക്കൾ തന്നെ. അപ്പം ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആദ്യം മുതലേ ഉണ്ടാകണം. പിന്നെ കുട്ടികളായാലും ചിന്തിക്കണം, അവർക്ക് ഈ ബർത്ത് റേറ്റ് ആയിട്ട് മുതൽ അല്ലെങ്കിൽ വിഭവങ്ങൾ കിട്ടണം എന്നുള്ള ചിന്ത കൂടാതെ അവർക്ക് ഡ്യൂട്ടി ഉണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻ എന്തുണ്ട് അവിടെ, ആ കോൺട്രിബ്യൂഷന്റെ കണക്ക് ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ചൂഷകയുടെ മോഡലിൽ ഒന്നും എടുത്തിട്ടില്ല. അതുപോലെ ചെറുപ്പം മുതലേ ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ ജോലി ചെയ്ത് അന്നൊക്കെ ഈ പിന്നെ തോളിൽ തൂക്കുന്ന ബാഗ് എല്ലാവരും ഇറങ്ങിയിട്ട് അധികം ആയില്ല, പക്ഷെ എല്ലാവരും പൊങ്ങച്ച സഞ്ചി എന്നൊക്കെ വിളിക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പൊ എനിക്കത് വേണമെങ്കിൽ വീട്ടിൽ പറഞ്ഞാൽ വാങ്ങിത്തരും, പക്ഷെ ഞാൻ വാങ്ങിയില്ല. ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് കൊണ്ടേ അത് വാങ്ങും എന്ന് ഞാനത് ഒരു നിർബന്ധ ബുദ്ധി എങ്ങനെയോ എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ അങ്ങനെ തന്നെയാണ് അത് ഉപയോഗിച്ചത്. എന്നാലും അന്നേരമൊക്കെ ഞാൻ ആ തുണിസഞ്ചിയൊക്കെ ആയിരുന്നു ഉപയോഗിക്കുക. എനിക്ക് അതിന് അങ്ങനെ ഒരു കൂടുതൽ നമ്മളിൽ ആവശ്യമായിട്ട് നടക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഹു ആർ ദ എനർജി വാമ്പേഴ്സ് ഇൻ യുവർ ലൈഫ്, ഹൗ ടു പ്രൊട്ടക്ട് യുവർ സെൽഫ്. നമ്മൾ എങ്ങനെയാണ് നമ്മളെ തന്നെ ഇവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, ഹൗ ടു ഡിഫെൻഡ് യുവർ സെൽഫ്, എ ഗൈഡ് ടു പാരസൈറ്റൈസിങ് യുവർ ലൈഫ്. നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്, പരാന്നഭോജി ആകേണ്ടത് എങ്ങനെ. റിക്കഗ്നൈസ് ദ സിംറ്റംസ്. നമ്മൾ ആദ്യം തന്നെ ഇവരുടെ ആ ഒരു തിരിച്ചറിയണം, സിംറ്റംസ് തിരിച്ചറിയണം. നമ്മൾ ഇവർ വന്നു കഴിയുമ്പോൾ ചില ആളുകൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തോന്നും. ചില ആളുകൾ വന്നിട്ട് പോകുമ്പോൾ നമുക്കെന്തോ ഒരു സുഖമില്ലാത്ത പോലെ തോന്നും, ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് വല്ലാതെ തോന്നും. ശരിയല്ലേ? ശരിക്കും നമുക്ക് തോന്നും അത്. അവരൊന്നും ചെയ്യണ്ട, അവർ വന്നിട്ട് അങ്ങ് പോകുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അത് ശ്രദ്ധിക്കണം. സെറ്റ് ബൗണ്ടറീസ്. നമ്മളെപ്പോഴും അതിരുകൾ നിശ്ചയിക്കണം. ദ മ്യൂച്വൽ എക്സ്ചേഞ്ച് ടെസ്റ്റ്. നമ്മൾ ടെസ്റ്റ് ചെയ്യണം എപ്പോഴും, ഇവർ മ്യൂച്വൽ എക്സ്ചേഞ്ചിനുള്ള ആളുകളാണോ. ഈ ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നോ പറയേണ്ടടുത്ത് നോ പറയാ. ദ മ്യൂച്വൽ എക്സ്ചേഞ്ച് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വശത്തേക്ക് മാത്രം വാങ്ങിക്കൊണ്ടുപോകുന്ന പരിപാടിയാണോ എന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്വാറന്റൈൻ ഇഫ് നെസസറി. നമ്മൾ ഒറ്റപ്പെടുത്തണം. അത്യാവശ്യമാണെന്ന് കണ്ടാൽ അവരെ ഒറ്റപ്പെടുത്തണം. നോ പറയാ, നിർബന്ധമായിട്ട് നോ പറയേണ്ടടുത്ത് നോ പറയാ. ഇത് ഒരു നല്ല കോട്ടാൻ തോന്നിയത് കൊണ്ട് ഞാൻ എടുത്തതാണ്. ഒന്ന് വായിക്കാവോ സാറേ? People who dismiss the unemployed and dependent as a parasite fail to understand economic and parasitism. A successful parasite is one that is not recognized by its host, one that can make its host work for it without appearing as a burden. Such is the ruling class in the capitalist society. നമ്മള് പാരസൈറ്റ്, ശരിയായ പാരസൈറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റിന് ഒരിക്കലും അവരെ പാരസൈറ്റ് ആണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ പെരുമാറണം. പിന്നെ അവസാനം പറയുന്ന വൺ ദാറ്റ് ക്യാൻ മേക്ക് ഇറ്റ്സ് ഹോസ്റ്റ് വർക്ക് ഫോർ ഇറ്റ്. ആ ഹോസ്റ്റ് മടിയില്ലാതെ വർക്ക് ചെയ്യുന്ന ഒരവസ്ഥയിൽ വേണം ഹോസ്റ്റിനോട് പെരുമാറാൻ. സച്ച് ഈസ് ദ റൂളിംഗ് ക്ലാസ് ഇൻ എ ക്യാപിറ്റലിസ്റ്റിക് സൊസൈറ്റി. ക്യാപിറ്റലിസ്റ്റിക് സൊസൈറ്റിയിലെ റൂളിംഗ് ക്ലാസ് അങ്ങനെയാണ് നമ്മളെ ഭരിക്കുന്നതാണെന്നാണ് പറയുന്നത്. ജെയ്സൺ റീഡ് കോട്ടാണ്. ഇതെന്റെ അച്ഛൻ പാരസൈറ്റ് അല്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇനി ഇത്രയും നേരം കേട്ടിരുന്നതിന് ഒരു
നമ്മുടെ പഴയ ആമേനെ മുകളിലേക്ക് കൊണ്ടുവരാം. ആമേനെ വീട്ടിൽ കൊണ്ടുവിടാൻ പോവുകയാണ്. സുഖമായി. താങ്ക് യു. താങ്ക് യു മാം. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള ഒരുപക്ഷെ സ്വല്പമെങ്കിലുമൊക്കെ നമ്മുടെ ഊർജ്ജത്തെ, നമ്മുടെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പോസിറ്റീവ് എനർജി തന്നെയാണ്. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് പലപ്പോഴും നഷ്ടപ്പെടുത്തുന്ന, പലപ്പോഴും ക്ഷീണം കൊണ്ടോ നിരാശ കൊണ്ടോ നിഷ്കൃത്യം കൊണ്ടോ ഒക്കെ നഷ്ടപ്പെടാൻ കാരണമാകുന്ന ചില വ്യക്തികൾ, ആ വ്യക്തികളെക്കുറിച്ചാണ് പറഞ്ഞത്. പലപ്പോഴും ചില പരിഭവമൊക്കെ നടിച്ച്, അല്ലെങ്കിൽ എപ്പോഴും പരാതികളൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് കൂടും. വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സമയം അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സ് നഷ്ടപ്പെടുത്തി കളയും. അല്ലെങ്കിൽ വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സും ഒക്കെ ആയിട്ട് രീതികളിൽ നമ്മളെ വശീകരിക്കുന്ന രീതികളാണ്. ചിലവർ തന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള ചില രീതികൾ. ചിലർ നല്ല സംസാരപ്രിയരായിരിക്കും, അത് കേട്ടിരിക്കാനും രസമാണ്, അറിയാതെ നമ്മുടെ ഊർജ്ജം തുറന്നു പോകും. ചിലവർ ഇതൊന്നുമല്ലാതെ വഞ്ചനയുടെ ചെറിയ രീതികളൊക്കെ അവലംബിക്കുന്നവരാകാം. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ. അപ്പോൾ മാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു എങ്ങനെയാണ് ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഒരു ബൗണ്ടറി കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക, മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുക, സമയക്രമം നിയന്ത്രിക്കുക. ചില സമയത്ത് പറ്റത്തില്ല, ഈ സമയം എനിക്ക് വിലപ്പെട്ടതാണെന്ന് തന്നെ പറയണം. അവിടെ ഒരു അസർട്ടീവ്നെസ്സിൻ്റെ തലം നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. സംസാരം നിയന്ത്രിക്കാനുള്ള സാധ്യതകൾ, അതുപോലെ വിട്ടൊഴിയേണ്ടതാണെങ്കിൽ, ക്വാറന്റൈൻ ചെയ്യേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ക്വാറന്റൈൻ ചെയ്യുക. ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതിലെല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മാനസിക നില കൃത്യമായിട്ട് സ്റ്റേബിളായി താഴോട്ട് പോകാതെ നിലനിർത്തുക. അപ്പം അതിൻ്റെ ആ ഡ്രെയിൻ ഉണ്ടാകുമ്പോൾ തന്നെ അത് തിരിച്ചറിഞ്ഞ് അതിന് സാധ്യതകൾ, അങ്ങനെയുള്ള എക്സ്പ്ലോഷറെ കുറയ്ക്കുക. എപ്പോഴും പറ്റുമ്പോഴൊക്കെ റീചാർജ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പോസിറ്റീവ് എനർജി എപ്പോഴും പിടിച്ചു നിർത്താൻ നമുക്ക് സഹായിക്കുന്ന ഒരു മൈൻഡ് സെറ്റ്, ഒരു തിരിച്ചറിവിലേക്ക്, ഒരു അവയർനെസ് തന്നെയാണത്. അവയർനെസ്സിലേക്ക് നമ്മൾ എത്തുമ്പോൾ
ഇങ്ങനെയുള്ള പാരസൈറ്റുകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ. പിന്നെ ഇതുപോലത്തെ ഒന്നും രണ്ടോ ഒക്കെ പാരസൈറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവരെയൊക്കെ തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധമൊക്കെ നമുക്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യേകത. സോ താങ്ക് യു മാം. വളരെ കൃത്യമായ ഒരു തിരിച്ചറിയലിന് ഒരു വലിയ അവസരം. താങ്ക് യു വെരി മച്ച്. നമുക്ക് ഡിസ്കഷൻ ഇപ്പോൾ സാർ താങ്ക് യു. ഓമന ടീച്ചറെ, ഇന്നത്തെ സന്ധ്യ ധന്യമായി. നമ്മുടെ ചുറ്റും ഒത്തിരി എണ്ണങ്ങൾ, ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കട്ടെ, മറ്റുള്ളവന്റെ സമയം, അഭിമാനം, അവന്റെ സമ്പത്ത് ഊറ്റി ഊറ്റി കുടിച്ച് അവൻ തന്നെ ഉണങ്ങിപ്പോകുമ്പോൾ മറ്റൊരു മരം തേടി പോകുന്ന ഇത്തിക്കണ്ണികളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒറ്റ കുഞ്ഞിക്കഥ. ഒരു കർഷകന്റെ വീട്ടില് നല്ലൊരു മാവുണ്ട്. അതിനെ തുടർന്ന് തന്നെ നമ്മുടെ ഈ കുരുമുളക് വള്ളി കയറ്റുന്ന ഒരു മരമുണ്ട്. മരത്തിന്റെ പേര് അവസരം ഒന്ന് പറയുമോ? കുരുമുളക് വള്ളി കയറ്റുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നതാണ്. മുരിക്കാണോ? ഓക്കെ, പാടൻ മുരിക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. യെസ്, മുരിക്ക് തന്നെയാണ്. അപ്പൊ ഈ കരയിൽ ഈ പറമ്പിൽ നിൽക്കുന്ന മുരിക്കിനെ കർഷകൻ അത്ര കാര്യം ശ്രദ്ധിക്കാറില്ല. എന്നാല് ഈ മാവിനെ എപ്പോഴും തഴുകി വളമിട്ട് കൊടുത്ത് മുരിക്ക് ആലോചിക്കും, എനിക്ക് എന്നൊരു നല്ല കാലം വരും. അത് മാത്രമല്ല, മുരിക്കിനെ നോക്കിയിട്ട് മാവ് പുച്ഛത്തോട് പറയും, എനിക്കും നിനക്കും ഒക്കെ തന്നെ ഇലകളുണ്ട്, നിനക്ക് മുള്ളാണ്, അതുകൊണ്ടാണ് നിന്നെ സംരക്ഷിക്കാത്തത്. ഒരു ദിവസം കർഷകൻ ഒരു കുരുമുളക് വള്ളിയെ കൊണ്ടുവന്ന് ആ മുരിക്കിന്റെ ചുവട്ടിൽ പതുക്കെ മാന്തി അതിനെ നട്ടു അവിടെ. പിന്നെ എല്ലാ ദിവസവും ഈ മുരിക്കിന്റെ ചുവട്ടിൽ വന്ന് കർഷകൻ നിന്ന് അവിടെ ശുശ്രൂഷ തുടങ്ങുകയാണ്. മുരിക്കിനെ അല്ല യഥാർത്ഥത്തിൽ ശുശ്രൂഷിക്കുന്നത് ഈ കുരുമുളക് വള്ളിയാണ്. കുരുമുളകുകൾ കയറി കയറി വരികയാണ്. പിന്നീട് കർഷകൻ ഈ മുരിക്കിനെ കൂടി സംരക്ഷിക്കാൻ തുടങ്ങി. കാരണം അത് കൃത്യമായി നിന്നാലേ വള്ളി കയറി പോവുകയുള്ളൂ. ഇതിനിടയ്ക്ക് ഈ ആരും ശ്രദ്ധിക്കാതെയായി മാവിനെ. അപ്പോൾ അവിടെ നമ്മുടെ ഇത്തിക്കണ്ണി പ്രവേശനം ചെയ്യുകയാണ്. ഒരു കുഞ്ഞൻ ഇത്തിക്കണ്ണി പ്രവേശനം ചെയ്തിട്ട് മുരിക്കിന്റെ അടുത്ത് വന്നപ്പോൾ ദുർബലമായ മുരിക്കാണ്. അവിടെ ചെന്നിട്ട് കാര്യമില്ല, മാവിലേക്ക് കയറി. മാവ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, എൻ്റെ കർഷകൻ, എൻ്റെ ഉടമസ്ഥൻ എന്നെ വിട്ടാലും നീ എന്നെ നോക്കും. ഇത്തിക്കണ്ണി ആ മാവിൻ്റെ ഏറ്റവും നല്ല ഭാഗങ്ങളിലേക്ക് ഇറങ്ങി വളരാൻ തുടങ്ങി. ഏറ്റവും ചുരുങ്ങിയ കാലത്തിനുണ്ട് മാവിൻ്റെ സന്തോഷം മുഴുവൻ, അതിന് കിട്ടുന്ന വളം മുഴുവൻ ഇത്തിക്കണ്ണി വലിച്ചെടുത്ത് പൂർണ്ണമാക്കി മാവിനെ ഉണക്കി. വീണ് കഴിഞ്ഞപ്പോ ഇത്തിക്കണ്ണി പാട്ടും പാടി പറന്നുപോയി, മാറിപ്പോയി മറ്റൊരു മരത്തെ അന്വേഷിച്ച്. ഈ അവസ്ഥയാണ് ഈ നമുക്ക് മാം ഇന്ന് ചൂണ്ടിക്കാണിച്ചു തന്നത്, പാരസൈറ്റുകൾ. ആ പാരസൈറ്റുകളെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എപ്പോഴാണോ അവർ മാറ്റിക്കളയേണ്ടത് അപ്പോൾ തന്നെ മാറ്റിക്കളയണം. നോ എന്ന് പറയാൻ വൈകിപ്പോയാൽ നമുക്ക് നോ പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ തളർന്നു പോകും. അവിടെയാണ് ഓമന ടീച്ചർ നമുക്ക് ഇന്ന് കാണിച്ചു തന്ന സത്യങ്ങൾ. വളരെ നന്നായിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. സാറേ, ഞാനൊരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു പോട്ടെ, എനിക്കൊരു ക്ലാസ് ഉണ്ട്. താങ്ക് യു ഓമന ടീച്ചർ, വളരെ നല്ല ക്ലാസ്. മാഡം, എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നൊരു ഉപദേശമാണ്, ആരെങ്കിലും നീ സഹായിക്കുകയാണെങ്കിൽ ആ സഹായിച്ച ആ നിമിഷം നീ അയാളെ മറക്കണം. അല്ലാണ്ട് അയാളെ നിന്നെ തിരിച്ചു സഹായിക്കുന്നു വിചാരിച്ച് നീ കാത്തിരുന്നാല് നിന്നെ പിന്നെയും ചൂഷണം ചെയ്യാന്ന്. അതാണ് മനുഷ്യന്റെ അവസ്ഥ. നമ്മൾ ഒരാളെ സഹായിക്കുക, forget him or her. ആ ഒരു പോളിസി അത് ശരിക്കും ശരിയാണ്. ഒരാളെ നമ്മൾ സഹായിച്ച് പിന്നെയും അയാൾ എന്ത് ചെയ്യും, അവരൊരിക്കലും നമ്മളെ ഇങ്ങോട്ട് സഹായിക്കാനുള്ള മനസ്സ് കാണിക്കില്ല. അതേ സ്ഥാനത്ത് അവർ പിന്നെയും നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. പിന്നെ മനസ്സിലാക്കിയത്, അതായത് പിന്നെ ഈ മാം പറഞ്ഞ ഇങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയാണെങ്കിൽ അതുവരെ നമ്മളായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല. പെട്ടെന്ന് വന്നിട്ടാണ് ഇവര് വന്നിട്ട് ഭയങ്കര ലോഗ്യം കൂടും. അന്നേരം ഒന്നും ആവശ്യം പറയില്ല. രണ്ടാമത്തെ വിളി അന്ന് ആലോചിക്കുക എന്തോ ഒരു ആവശ്യമുണ്ട്. പിന്നെ ഇവര് തുടങ്ങും ചൂഷണം ചെയ്യാൻ. അതിന് ഇവര് ഭയങ്കര സോപ്പടി വർത്താനങ്ങളൊക്കെ മാം പറഞ്ഞവര് കറക്റ്റായിട്ട് അവര് നമ്മളെ എല്ലാ വീക്ക് പോയിന്റ്സ് അവർ മനസ്സിലാക്കിയിട്ട് അതുമ്മിൽ വെച്ചിട്ടാണ് അവർ ചൂഷണം ചെയ്യാൻ തുടങ്ങുക.
പിന്നെ ഇങ്ങനെയുള്ള ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഇങ്ങനെ എത്തിക്കണ്ണികളായി ജീവിക്കുന്ന അവര് നന്നാവുന്നില്ല. അവരിങ്ങനെ എന്താ പറയണ്ടേ, എന്നും ഇങ്ങനെ കളിക്കും. ഒരിക്കലും നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരങ്ങ് ഭയങ്കര ഉയരത്തിലെത്തുന്ന ഞാൻ കണ്ടിട്ടില്ല. അവര് ആശ്രയിക്കുന്ന ആൾക്കാരെ നശിപ്പിക്കും, അവർക്കും ഉയർച്ച ഉണ്ടാവില്ല. അതാണ് വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ക്ലാസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു മാം. വേണുഗോപാൽ സാർ ഇങ്ങോട്ട്. അൺമ്യൂട്ട് ആയില്ലല്ലോ. ഓക്കെ. ഓമനമ്മ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മളെ കുടുംബത്തിലായിക്കോട്ടെ, നാട്ടിലായിക്കോട്ടെ, നമ്മളെ ജോലി സ്ഥലത്തായിക്കോട്ടെ, ഇത്തരം പല തരത്തിലുള്ള വ്യക്തികളായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൽ കുടുംബത്തിൽ അതേസമയം അത്ര കാണില്ല. കാരണം കുടുംബത്തിൽ പരസ്പരം റെസ്പെക്ട് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ചിട്ടായിരിക്കും പെരുമാറുക. നാട്ടിൽ കാണാം, പിന്നെ ജോലി സ്ഥലത്തും കാണാം. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കാലം 10-37 കൊല്ലം ജോലി സ്ഥലത്തായതുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ ഒരുപാടുണ്ടായി. ഒരു തരത്തിലും നമ്മളെ സഹായിക്കാത്ത ആൾക്കാരുണ്ട്. അതേസമയം അവർക്ക് എന്തെങ്കിലും കാര്യം അവർക്ക് ആവശ്യം വരുമ്പോൾ നമ്മളെ മെല്ലെ അപ്രോച്ച് ചെയ്യും. അപ്പം നമ്മൾ അവരെ പകരത്തിന് പകരം നിലനിൽക്ക് നമ്മൾ സഹായിക്കാതിരിക്കാറില്ല. എങ്കിലും അങ്ങനെയാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷമം വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം സാമ്പത്തികം മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾക്കിപ്പോൾ ജോലി സ്ഥലത്താകുമ്പം ചില സാങ്കേതികമായ കാര്യങ്ങളിൽ ചില സംശയങ്ങളൊക്കെ ചോദിക്കേണ്ട ആൾക്കാരുണ്ടാവും. ചിലർ പറഞ്ഞു തരില്ല, അവർക്കറിയാം കാര്യങ്ങൾ. ചിലർ അത്ര അറിവില്ലെങ്കിലും സഹകരിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ട്, നമുക്ക് പറഞ്ഞു തരാനുള്ള സഹായങ്ങൾ. ഇത്തരത്തിൽ ഒരുപാട് പിന്നെ വ്യക്തികളുണ്ട്. പിന്നെ എൻ്റെ നാട്ടിലെ ഒരു സംഭവം പറയുന്നത് വെച്ചാൽ, എൻ്റെ വീട്ടിനടുത്തുള്ള ഒരാൾ വന്നിട്ട് എന്നോട് കുറച്ച് പൈസ കടം ചോദിച്ചു. ഞാൻ പെട്ടെന്ന് കൊടുത്തു. 2 ആഴ്ചയ്ക്ക് വേണ്ടി തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ തന്നേക്കെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിയുമ്പോൾ ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടി വേണം പൈസ, എനിക്ക് പൈസ ആയിട്ടില്ല. അപ്പം ഞാൻ നമ്മളെ നാട്ടുകാരനല്ലേ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കൊടുത്തപ്പോൾ 2 ആഴ്ച എന്ന് പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് തന്നില്ല. ഞാൻ ചോദിച്ചിട്ടില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അയാളുടെ മകൻ്റെ കല്യാണം കഴിക്കാൻ വന്നു. അപ്പോൾ എൻ്റെ നിന്ന് എന്തോ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് കല്യാണത്തിന്. ഉടനെ അദ്ദേഹം വാങ്ങിയ പൈസ എനിക്ക് തിരിച്ചു തരുമ്പോൾ ഞാൻ പറഞ്ഞു, പൈസ അവിടെ കയ്യിൽ വെച്ചോ, ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ശരിയില്ല എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിയില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് പോവുകയും ചെയ്യും. അതിൻ്റെ ഒരു പരിരക്ഷം, ഒരു സംഭാവന ഞാൻ കൊടുക്കുകയും ചെയ്യും, ഒരു പ്രസൻറ്റേഷൻ ഞാൻ കൊടുക്കുകയും ചെയ്യും. അപ്പം പിന്നെ വളരെയധികം സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇത് ചെയ്യാമെന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾക്കിപ്പോൾ ആരോടും വിരോധമില്ല, എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പ് ആണ്. പക്ഷേ വ്യക്തികളെ മനസ്സിലാക്കി എടുക്കുക. ചില വ്യക്തികളെ മാം പറഞ്ഞ മാതിരി വ്യക്തികളെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. പിന്നെ നമുക്ക് മാനസികമായിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മളെ ഹെൽപ്ഫുള്ളാണ് ആൾക്കാരെ തോന്നുകയാണെങ്കിൽ അവരോട് നമ്മൾ കൂടുതൽ എടുക്കുക. അത്തരം വ്യക്തികളായിട്ടുള്ള അടുപ്പം നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഏതായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. നന്ദി ഓമനമ്മ. താങ്ക് യു സാർ. സുമാമാം കേൾക്കുന്നുണ്ടോ? സുമാമാം അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. യെസ്, പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ആയില്ല. സ്പീക്ക്. ഓക്കെ. ഓക്കെ. ഇന്നിപ്പം ഓമന മാഡം പാരസൈറ്റ്സിനെ പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അത്തരം പാരസൈറ്റ്സുകളെ ഇഷ്ടംപോലെ കണ്ടതാണ്. അപ്പം അവരെ അകറ്റി, അവരെ മനസ്സിലാക്കി, ഒഴിവാക്കേണ്ടടുത്ത് ഒഴിവാക്കി, പ്രതിരോധിക്കേണ്ടടുത്ത് പ്രതിരോധിച്ച് നയപരമായി അവരെ ഡീല് ചെയ്യണം എന്നാണ് മാഡം പറഞ്ഞത്. നോ പറയേണ്ടടുത്ത് നോ പറയുക. അതെ, അതൊക്കെ അങ്ങനെയുള്ള ഏതായാലും ഈ പാരസൈറ്റ്സിനെ ഞാനും കണ്ടിട്ടുണ്ട്. ആൾക്കാരെ കണ്ട് എന്തുകൊണ്ടോ എനിക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും മേലിലും വളരെ ശ്രദ്ധയോടെ തന്നെ അത് കൈകാര്യം ചെയ്യണം. അത്തരക്കാരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പലപ്പോഴും കണ്ടെത്തിയെന്ന് വരുമല്ലോ, ജീവിതത്തിൽ പലതരം ആൾക്കാരെ കണ്ടുമുട്ടുമല്ലോ. അപ്പൊ അവരെ നമ്മളെ കണ്ടറിഞ്ഞ് ജീവിച്ചാൽ നമ്മള് പറ്റിക്കപ്പെടാതെ ഇരിക്കാം എന്നുള്ളത് മാഡം വളരെ വ്യക്തമാക്കി, ഉദാഹരണ സഹിതം ചിത്രങ്ങളോടുകൂടി ഇല്ലസ്ട്രേറ്റീവ് ആയിട്ട് തന്നെ പറഞ്ഞാണ്.
വളരെ നന്ദിയുണ്ട് മാഡം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, വിചാരബിന്ദു സർ. അൺമ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത്. മ്യൂട്ടാണ് മ്യൂട്ടാണ് സർ. മ്യൂട്ടായി. യെസ്. മാഡം വളരെയധികം അർത്ഥവത്തായ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ജീവിതത്തില് പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് സമ്മിശ്രമായ വികാരങ്ങളാണ് ഉണ്ടാകാറുള്ളത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരുന്നത് നമ്മളോടുള്ള പ്രത്യേക ജീവിത സാഹചര്യങ്ങളിൽ ഇടപഴകുന്ന വ്യക്തികളും അവിടെ ഇടപഴകുമ്പോൾ തന്നെ നമ്മുടെ ചൂഷണം ചെയ്യാനുള്ള വ്യക്തികളും ഉണ്ടാകാറുണ്ട്. അവിടെ കൃത്യതയോടുകൂടി ഏത് രീതിയിൽ ജീവിക്കണം എന്ന് പറയാനുള്ള ഒരു സാങ്കേതിക സംജ്ഞ താങ്കൾ തന്നതിൽ വളരെയധികം സംതൃപ്തിയുണ്ട്. എന്നാൽ പോലും വ്യക്തി എന്നുള്ള രീതിയിൽ നാം എന്ത് ചെയ്യണം? ഈ സമ്മിശ്ര ജീവിത സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേക കർത്തവ്യം, നാം സംശുദ്ധ വ്യക്തിയായി ജീവിക്കേണ്ടതിന്റെ ഒരു പ്രത്യേക തലത്തിലേക്ക് നമ്മൾ ഉയരേണ്ടതില്ലേ എന്നുകൂടി ചിന്തിക്കാൻ നമുക്ക് പ്രാപ്തി ഉണ്ടായാൽ വളരെയധികം നന്നായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങ് പറഞ്ഞതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പ്രസക്തിയുള്ളത് വളരെയധികം സൂക്ഷിച്ച് ജീവിക്കുക, വളരെയധികം സൂക്ഷിച്ച് സംശുദ്ധതയോടെ ജീവിക്കുക. വളരെയധികം കാതലായ ഭാഗങ്ങൾ തന്നെയാണ്. എന്നാൽ പോലും ഒരു വ്യക്തി ജീവിതത്തിൽ നമ്മൾ സംശുദ്ധതയോടെ ജീവിക്കേണ്ട ഒരു പ്രത്യേക തലത്തിലേക്ക് നമ്മൾ ഉയർന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വ്യതിരക്ത വ്യക്തികളിൽ നിന്ന് മാറി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രത്യേക തലം കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടിച്ചേർത്താൽ കൊള്ളാമെന്ന് തോന്നുന്നു. എന്തായാലും ആത്മസംതൃപ്തിയും കൃത്യമായ ജീവിത ശൈലിയും ഉയർത്തുന്ന പ്രത്യേക തരത്തിലേക്കുള്ള ചിന്താഗതി നൽകുന്ന ഈ പ്രഭാഷണത്തിലേക്ക് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സർ. ജോഷി സർ. ആദ്യം തന്നെ ഓന ടീച്ചറിനൊരു പ്രത്യേക നന്ദിയും സന്തോഷവും വ്യതിരിക്തമായ ഒരു അവതരണത്തിനുള്ള വലിയ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും അറിയിക്കട്ടെ. ഈ തട്ടിപ്പ്, വെട്ടിപ്പ്, ചൂഷണം, ഈ 3 സംജ്ഞകൾ കൊണ്ട് പറയുന്ന വിശേഷിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് വളരെ ക്രമീകൃതമായി ടീച്ചർ ഒന്ന് കോർത്തിണക്കി പറഞ്ഞു. വളരെ ഭംഗിയായിരുന്നു അവതരണം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഈ പറഞ്ഞ തട്ടിപ്പ്, വെട്ടിപ്പ്, ചൂഷണം ലോകം എന്നുണ്ടായോ അന്ന് മുതൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ടാകും. പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലും. മറ്റൊന്നുകൂടി പറഞ്ഞാൽ, ഈ ലോകത്തിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പിനോ ചൂഷണത്തിനോ വിധേയമാകാത്തവരുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മറിച്ച് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ഇതിന് ശേഷം വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇത് വ്യക്തികൾ നടത്തുന്നതുകൊണ്ട്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നടത്തുന്നതുണ്ട്. ഈ ഗവൺമെന്റും ഒക്കെ നടത്തുന്ന ചൂഷണമുണ്ട്. നമ്മൾ അതിനൊക്കെ വശംവദരാകണം, അല്ല തരവില്ല. അങ്ങനത്തെ ചില ചൂഷണമുണ്ട്. ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് പിടികിട്ടാൻ വേണ്ടി മാത്രം. ഇപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്ന ഇലക്ട്രിക് മീറ്റർ നമ്മൾ കാശ് കൊടുത്തിട്ട് വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നതാണത്. പക്ഷെ നമ്മൾ ഓരോ മാസവും
അതിന് വാടക കൊടുക്കണം. നമ്മളെല്ലാവരും ആ തട്ടിപ്പിൽ, അത് തട്ടിപ്പെന്നൊന്നും നമ്മൾ വിളിക്കുന്ന പോലുമില്ല. ഇങ്ങനത്തെ കുറെ കാര്യം ബാങ്കുകൾ ഇപ്പൊ ഈ കാലയളവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന പലതരം ചൂഷണങ്ങളുണ്ട്. ഇവിടെ കൂടുതലായും പറഞ്ഞത് വ്യക്തികൾ നടത്തുന്ന ചൂഷണത്തെ കുറിച്ചാണ്. തീർച്ചയായിട്ടും അതുണ്ട്, ഈ പറയുന്ന രീതിയിൽ പല കാലങ്ങളിൽ ഉണ്ട്. ഇതിനെ നമ്മൾ ഒന്ന് ബോധപൂർവം നോക്കിയിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് സാമൂഹിക ബന്ധങ്ങളിൽ ആളുകളെ ഏറെക്കുറെയൊക്കെ, മുഴുവനൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല, ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പെരുമാറുക എന്നുള്ളതേ ഉള്ളൂ ഇതിനുള്ള ഒരു പരിഹാരം. പിന്നെ ഇതിൻ്റെ ഈ ജനറലൈസ് ചെയ്ത ഈ വിഷയത്തെ കണ്ടുപോയാൽ നമുക്ക് ഭൂമിയിൽ ഒരു മനുഷ്യനെയും സഹായിക്കാൻ പറ്റില്ല. എല്ലാവരും കള്ളന്മാരാണ്. കടം വാങ്ങിക്കാൻ വരുന്നവരെ അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യം പറയാൻ വരുന്നവരെ നമ്മൾ ആ ഒരു മാനദണ്ഡത്തിൽ കണ്ടുപോയാൽ പിന്നെ നമ്മളിൽ നിന്ന് ഒരു നന്മയും ആർക്കും കൊടുക്കുകയുമില്ല, ലഭിക്കുകയുമില്ല, പ്രതീക്ഷിക്കാനും പറ്റുകയില്ല. അതുകൊണ്ട് അങ്ങനെയും കാണരുതെന്നാണ് എൻ്റെ വിചാരം. അപ്പം അതിനുള്ളൊരു പരിഹാരം, ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ അത് അപരിചിതരോ നമുക്ക് അത്ര ബോധ്യമില്ലാത്തതായ കാര്യത്തിനാണെങ്കിൽ, ഈ പരിചിതരുടെ ആണെങ്കിലും ബോധ്യമില്ലാത്ത കാര്യത്തിനാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ചെറിയൊരു തുകയാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് ഉപേക്ഷിച്ച് നൽകുന്നത് പോലെ തന്നെ, ഇനി വായ്പയായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഉപേക്ഷിച്ച് നൽകുന്നത് പോലെ കൊടുക്കുക എന്നുള്ളതാണ്. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പിന്തിരിഞ്ഞ് നോക്കണ്ട. അത് അവർക്ക് കൊടുത്തു, അവർ ഉപയോഗിക്കുവോ ഉപയോഗിക്കാതിരിക്കുവോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുക. ഇനി വലിയൊരു തുക, ഇപ്പൊ ഒരു കല്യാണത്തിന്റെ ആവശ്യമാണെന്ന് പറഞ്ഞു വരുന്നവർക്ക് 100 രൂപയോ 500 രൂപയോ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു വീട് വെക്കാനാന്ന് പറയുന്ന ആളിന് എന്നാൽ എൻ്റെ ഭാഗമായിട്ട് 500 ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്, അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി കൊടുക്കുമ്പോൾ നമുക്ക് അന്വേഷിക്കാമല്ലോ ഇവരുടെ ആ കാര്യത്തിന്റെ ഗൗരവവും അന്വേഷിച്ചിട്ട് അത്യാവശ്യ കാര്യങ്ങൾ വായ്പയായിട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ അതെ, ബാക്കി കാര്യങ്ങളും ചോദിച്ചറിയണം. നിങ്ങൾ ഇതിനു വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടോ, സർക്കാർ സഹായമോ മറ്റേതെങ്കിലും സഹായമോ തേടിയിട്ടുണ്ടോ, എന്നിട്ട് എത്ര കിട്ടി, നിങ്ങൾ എത്ര സംഭരിച്ചിട്ടുണ്ട്, ബാക്കി എത്രയുടെ ആവണം ഇപ്പോഴത്തെ ആവശ്യം, ഈ രീതിയിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ജെനുവിനായിട്ട് തോന്നിയാൽ മനസ്സിലാക്കിയാൽ അവരെ സഹായിക്കണം. അതാണ് എനിക്ക് അതിന്മേലുള്ള അത്തരത്തിലുള്ള അഭിപ്രായം. അതുകൊണ്ട് അതുപോലെ തന്നെ രോഗം, ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ അപരിചിതരായ ആളുകൾ വന്ന് ചികിത്സാ സഹായം തേടാറുണ്ട്. വളരെ ദൂരെ നിന്നൊക്കെ, ഇപ്പൊ ഇവിടെ കാവാലത്ത് ചിലപ്പോൾ പുനലൂരുകാര്, തിരുവനന്തപുരംകാര് ഒക്കെ വരും. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളുടെ നാട്ടിൽ ഇതിന് സഹായിക്കാൻ പറ്റിയ ആളുമില്ലേ? ആരുമില്ല. നിങ്ങൾ അതിനുവേണ്ടി സമീപിച്ചില്ലേ? എങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് തരൂ, നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറുടെ പേര് പറയൂ, അദ്ദേഹത്തിന്റെ പിന്നെ നമ്പർ തരൂ. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലൂടെ അത്തരം കാര്യങ്ങളെ നമുക്ക് നിരീക്ഷിക്കാം. പിന്നെ ചില ആളുകൾ വന്നിട്ട് ഞങ്ങൾ അവിടെ ഓർഫനേജ് നടത്തുന്നു, മറ്റേത് നടത്തുന്നു, മറിച്ച് നടത്തുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പഴകിയ വസ്ത്രമായിരിക്കും ചോദിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, നമ്മുടെ വീട്ടിൽ നിന്നും ഈ കുറേ തുണി മാറിയും കിട്ടും, കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഈ പണം കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ വേദനിച്ചുണ്ടാക്കിയ പണം, വല്ലതിനൊക്കെ നീക്കി വെച്ചിരിക്കുന്ന പണം കൊടുക്കുമ്പോൾ ചെറിയ ശ്രദ്ധ ഇത്തരത്തിൽ വേണം. അപരിചിതരെ സഹായിക്കും. അതുപോലെ തന്നെ ബന്ധുക്കൾ, മിത്രങ്ങൾ, അതുപോലെ ഏറ്റവും അടുപ്പമുള്ളവർ, നമുക്ക് ഏറെക്കുറെ അറിയാവുന്നവർ, നന്നായിട്ട് അറിയാവുന്നവർ, അവരുടെ കേസ് കേൾക്കുമ്പോൾ സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ സഹായിക്കണം. വായ്പയായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പോലും നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാവുന്ന പൈസ ആണെങ്കിൽ ഉപേക്ഷിച്ച് തന്നെ കൊടുക്കണം. കിട്ടിയാൽ ഭാഗ്യമെന്നേ വിചാരിക്കാവുള്ളൂ. നമ്മുടെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് കൊടുത്തതുപോലെ കണ്ട് കൊടുക്കാനുള്ള മനസ്സ് ഉണ്ടായാൽ ഈ വലിയ കബളിപ്പയിൽ നിന്നൊഴിവായി. എങ്കിൽ പോലും കബളിപ്പിക്കൽ ഉണ്ടാവും. ഇപ്പോഴും ഏതെല്ലാം തരം ഇരട്ടിപ്പിക്കലിന്റെ പൈസ ആളുകൾ കൊടുക്കുന്നു, കൊടുത്തിട്ട് മിണ്ടാതിരിക്കുകയാണ്. ആർക്കും യാതൊരു സങ്കടം അതിൻ്റെ അകത്തുണ്ട്. അത് ഇരട്ടി കിട്ടും, 12 മാസം കൊണ്ട് ഇരട്ടി, അല്ലെ 36 മാസം കൊണ്ട് ഇരട്ടി വീഴുന്നുണ്ട്. പലരും ഇപ്പോഴും വീഴുന്നുണ്ട്. അല്ലെങ്കിൽ പാതി വിലയ്ക്ക് ബൈക്ക് തരും, ഇപ്പോഴും വീണല്ലേ. എത്രയോ ആളുകൾ വീണു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി തട്ടിപ്പുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് ചൂഷണം ചെയ്യും. നമുക്ക് തന്നെ കോമൺ സെൻസിൽ ആലോചിക്കണം, ആർക്ക് എങ്ങനെ ഇരട്ടി തരാൻ പറ്റും.
ഇല്ലാത്തടത്തുനിന്ന് എങ്ങനെ തരാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള കാര്യം. പിന്നെ മൻമോഹൻ സിംഗ് ഉപയോഗിച്ചിട്ടുള്ള 2-3 പദങ്ങളുണ്ട്. ഈ ആസൂത്രിതമായ ചൂഷണം എന്ന് പറയുന്ന ആ പദം, അതുണ്ട്. ആസൂത്രിതമായ ചൂഷണമുണ്ട്. പല അഭിപ്രായങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടാവും. അതുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, അത് പ്രത്യേകിച്ചൊക്കെ ഗവൺമെന്റുകളാണ് ചെയ്യുന്നത്. ഗവൺമെന്റുകൾ നമ്മളൊക്കെ പെട്ടുപോയിരിക്കുന്ന എത്രയോ കഥകളുണ്ട്. അതിലൊരു ഉദാഹരണമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അപ്പൊ ഏതായാലും അതുപോലത്തെ നിരവധിയുണ്ട്. അഭിപ്രായങ്ങളിലേക്ക് വരുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന്റെയൊക്കെ പേരിൽ ചിലർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ നോക്കി നിന്നാലും ചിലതിൽ പെട്ടുപോകും. നമ്മൾ പെട്ടുപോകുമെന്നുള്ള കാര്യത്തിന് തർക്കമൊന്നുമില്ല. തീർച്ചയായിട്ടും പരമാവധി നോക്കുക. ആരെയും സഹായിക്കാതിരിക്കല്ലേ. എല്ലാവരും കള്ളന്മാരാണ് കൊള്ളക്കാരാണെന്ന് പറഞ്ഞ് ആരെയും സഹായിക്കാതിരിക്കരുത്. കഴിവുള്ളവർ സഹായിക്കണം, തീർച്ചയായിട്ടും സഹായിക്കണം. നാളെ ഒരു കാലത്ത് ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മൾ സഹായം തേടേണ്ടതായി വരാതിരിക്കട്ടെ. അപ്പം നമ്മളെ ഇങ്ങനെയാണ് ആളുകൾ കാണുന്നതെങ്കിൽ നമ്മൾ പതറിക്കും. അതുകൊണ്ട് ആ ഒരു മനോഭാവം ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും അത് ജനറലൈസ് ചെയ്ത ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനും പാടില്ല. ഓക്കെ, താങ്ക് യു. എങ്കിൽ പോലും ഇതൊരു നല്ലൊരു അവയർനെസ് ആണ്. ദൈവം അനുഗ്രഹിക്കട്ടെ, നന്മയായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ജോർജ് സാർ. താങ്ക് യു സാർ. ഹായ് ഓമന ടീച്ചറെ, എന്താ പറയണേ, ഇത്ര നല്ലൊരു അവയർനെസ് പ്രോഗ്രാം, ഒരു നല്ല ബോധവൽക്കരണ ക്ലാസ് തന്നെയായിരുന്നു ഇന്നത്തേത്. അത് ശരിക്കും സമീപകാലങ്ങളിൽ ശരിക്കും അനുഭവപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അല്ല, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരൊക്കെ കണ്ടും കേട്ടിട്ടും ചെയ്തിട്ടുള്ള ആണല്ലോ ആ തേക്ക് ആട് മാഞ്ചിയം കഥകൾ. എത്രയോ പേരുടെ എന്തുമാത്രം പൈസ പോയി. ഓരോ കാലത്തും ഇങ്ങനെ സംഘടിത രൂപത്തിൽ വളരെ വിശ്വസ്തമായ പ്രചരണ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചു വരും. ഈ അടുത്ത കാലത്ത് ഒന്നല്ലേ പാതി വില തട്ടിപ്പ്, വണ്ടികളൊക്കെ 2 വീലേഴ്സൊക്കെ പകുതി വിലയ്ക്ക് കൊടുക്കും. അതിന് വലിയ പ്രമുഖരായ നേതാക്കന്മാർ വരെ മുൻനിരയിൽ കാണിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ വിശ്വസിപ്പിക്കാന്നുള്ളതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ ഈ സാമ്പത്തിക തട്ടിപ്പാണല്ലോ അധികം നടക്കുന്നത്. വ്യക്തികളായി, സമൂഹം, സംഘടിത ശക്തികളായി, അതുപോലെ രാഷ്ട്രീയ പാർട്ടികളായി, സർക്കാർ വരെ എല്ലാം അല്ലാതെ ഇതിന്റെ ഭാഗമാണ്. യാതൊരു സംശയമില്ല. നമ്മൾ ഇതിൽ പെടാത്തവരാരെങ്കിലും ഉണ്ടാവും എന്ന് കരുതാനാവില്ല. പാടെ പെടാതിരിക്കണമെങ്കിൽ അത്ര ക്രൂര മനസ്സുണ്ടായിരിക്കണം, അത്ര കഠിനമായ മനസ്സുണ്ടെങ്കിൽ ഇതിൽ എല്ലാത്തിനൊന്നും ശരിക്കും മോചനം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ വഴിയുള്ളൂ. ഈ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, ദുഷ്ടനെയും അവൻ സൃഷ്ടിച്ചു അനർത്ഥ ദിവസത്തിന് വേണ്ടിയിട്ട്. വിഷപ്പാമ്പുകളെ പോലെ ഉള്ള ജീവികളാണ് ഇവരൊക്കെ. ഇവര് എക്കാലവും അത് എന്തൊക്കെ തന്ത്രം നമ്മൾ പറയാന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ കൂടുതലാണ്. അടുത്ത കാലത്ത് തന്നെ ഈ തിരുവനന്തപുരം ജില്ലയിൽ ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ, നമ്മുടെ നാട്ടില് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അനാഥശാലകളും വൃത്തസംരക്ഷണ സാധനങ്ങളും. എറണാകുളം ജില്ലയുടെ പകുതിക്ക് അടുത്ത് കിടക്കുന്ന ഞങ്ങളുടെ ഈ ഗ്രാമീണ മേഖലയിൽ, വളരെ റൂറൽ ഏരിയ, അതിൽ കൂടെ ഇവർ വരുക. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏത് വീട്ടിൽ ചെന്നാലും ശരി എന്തെങ്കിലും നന്നായി തന്നെ കൊടുത്തു വിടും. അപ്പൊ അവരുടെ അവതരണ രീതി കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ വാചകടിക്കാൻ ഒട്ടും മോശക്കാരുമല്ല. പെട്ടെന്ന് അത് പല വീട്ടിലും വീട്ടമ്മമാര് മാത്രം ഉള്ളെങ്കിൽ അറിഞ്ഞു വാരി കുരി കൊടുക്കും. കൂടുതൽ രണ്ട് തുണിയെങ്കിലും ചോദിക്കുമ്പോൾ ഇവനോട് സഹതാപം കൂടുതലായി. കാരണം വെച്ചാല് ഇത് വലിയ ശരിയാ, പഴന്നൂറ് കൊണ്ടുപോയിട്ട് ഇവന് വല്ലതും ചെയ്യാനാണോ, ഇവനടുത്ത് പുഴയിലോ തോട്ടിലോ ഒഴുക്കി കളയാനേ ഉള്ളൂ, അങ്ങ് 1/2 കിലോമീറ്റർ മാറുന്നതിന് മുമ്പ് അതുണ്ട്. പക്ഷെ പൈസ കൊടുക്കുമ്പോൾ ഇനി കുറഞ്ഞു പോയാലും വീട്ടുകാർക്ക് പരാതിയാ. അയ്യോ അത് ശരിയല്ലല്ലോ, എത്ര പേർക്ക് സംഭാവന കൊടുക്കണം, അതൊരു വലിയ കാര്യമല്ലേ, പുണ്യമല്ലേ. ഇങ്ങനെ നമ്മൾ ട്യൂൺഡാണ്, പാരമ്പര്യമായിട്ട് തന്നെ പെട്ടുപോയിരിക്കുന്ന. പിന്നെ ഒടുക്കം പറഞ്ഞല്ലേ, നമുക്ക് എങ്ങനെ ഇതിനൊക്കെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് സ്വയം ആർജിക്കാം. കുറച്ച് പ്രിപ്പറേഷനൊക്കെ നടത്തിയ പൊള്ളലേൽക്കൽ ഇത്തിരി കുറഞ്ഞിരിക്കും. അത് തന്നെ എൻ്റെ നേട്ടങ്ങൾ. എന്തായാലും ഉപകാരപ്പെടുന്ന ക്ലാസ്, വെൽ അവയർനെസ് പ്രോഗ്രാം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വേറെ ഇപ്പൊ നടക്കുന്ന വേറെ ഉണ്ട്. ഇപ്പൊ ഓണക്കാലമല്ലേ, എന്തുമാത്രം ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, കോടികളുടെ ഡിസ്കൗണ്ട്. അത് മറ്റൊരു നമ്മൾ പോയി വീഴുവാണ്. പിന്നെ വേറൊരു കൂട്ടമുണ്ട്, ഞാൻ അതോടെ പറഞ്ഞ വിട്ടുപോയതാ. ഞാനിപ്പോ ഡിപ്ലോമയ്ക്ക് പഠിക്കുകയാണ്. ഞങ്ങളുടെ അതിന്റെ MBA ഇതിനാണ് ഞാൻ പഠിക്കുന്നത്.
അതിന്റെ ഒരു പ്രാക്ടിക്കൽ പരിപാടിയാണ് ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടുപോകും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാരാണെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് ഇതെല്ലാം അയ്യോ ചെറുപ്പക്കാരനല്ലേ, പാവങ്ങളെ ഇതുമായിട്ട് ഇങ്ങനെ പോക്കി നടത്തുന്നല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പറയും, നീ വേണമെങ്കിൽ ചുമ്മാ പൈസ പലതും വേണം അവന് കൊടുത്തേ. ആ ഒരു സാധനവും വാങ്ങിച്ച് അവരും മണപ്പിക്കുന്ന ഒന്നും മണത്തും നോക്കല്ലേ, ഇത് എന്താണെന്നൊന്നും വാങ്ങിക്കാനും പോലെ എന്ന് പറയാറുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. കുഞ്ഞായി മാസ്റ്റർ. ഓക്കെ, താങ്ക് യു സാബു സാർ. ഓമന ടീച്ചറുടെ ഇന്നത്തെ ഈ സെഷൻ ഈ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന സെഷനാണ്. ഇന്ന് ഈ പാരസൈറ്റ്സിന്റെ ഒരു കാലഘട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നാട്ടിലൊക്കെ നമ്മൾ കേൾക്കുന്ന സംഭവങ്ങളാണ്. കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, കൊട്ടേഷൻ സംഘങ്ങൾ, കോടതി കേസുകൾ. ഇതിലൊക്കെ പിന്നിൽ കോടികളുടെ പാരസൈറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ചില പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയ വലിയ ആളുകൾ ഇവിടെ പെട്ടുപോകുന്നുണ്ട്. ഇപ്പോൾ 2-3 വർഷം മുമ്പ് എൻ്റെ നാട്ടുകാരൻ, എൻ്റെ ഒരു സ്നേഹിതൻ തന്നെ 5 കോടി രൂപയുടെ തട്ടിപ്പിൽ പെട്ടു. അത് തെക്കൻ ഭാഗത്തുള്ള മോൺസ് ആയിട്ടുള്ള ഒരാൾ. അയാൾ പുരാവസ്തുക്കളുടെ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ പെട്ട ഒരു സംഭവം നടന്നത്. അപ്പം ഇതിലൊക്കെ പെടാതെ അവനവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശും പാരമ്പര്യമായി കിട്ടുന്ന സ്വത്തുക്കളൊക്കെ നിലനിർത്തി പോരുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാരസൈറ്റ്സുകൾ, തികണ്ണികൾ, ഇവരെ ശ്രദ്ധിച്ചാൽ നമുക്കതിനൊക്കെ രക്ഷപ്പെടാം. ധാരാളം പിരിവുകൾ, ഓർഫനേജുകൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നാടുനീളെ ഇവർ ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ഇവിടെ വരുന്നുണ്ട് ആളുകൾ. പ്രത്യേകിച്ച് ഈ മലബാർ ഏരിയയിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. അവർക്കൊരു പ്രത്യേക രീതിയുണ്ട്. വരുമാനത്തിൻ്റെ നിശ്ചിത സംഖ്യ സക്കാത്ത് കൊടുക്കണം എന്നുള്ളത്. അത് ഉപയോഗപ്പെടുത്തി അത് കണ്ട് ധാരാളം ആളുകൾ പലതരത്തിലുള്ള ചൂഷണവുമായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിഞ്ഞ് കാണാം. പക്ഷെ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മളെ ആളുകൾക്കിടയിൽ എല്ലാവരും പാരസൈറ്റുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ലോകത്തിലെ എല്ലാ ജീവികളും. പക്ഷെ നമ്മളെ ഇടയിൽ നമ്മളെ ഇടയിലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഇവരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ഇവരെ നമ്മൾ വല്ല തോളിൽ കൈവച്ച് ലോഹ്യം പറഞ്ഞ് എവിടെയെങ്കിലും ഒരു ചായക്കടയിൽ കയറി ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് കുറച്ച് സമയം ചെലവഴിച്ചാൽ ഇവർ അടുത്ത് നിന്ന് എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടും. നാട്ടിൽ നടക്കുന്ന പിന്നെ വസ്തുതർക്കങ്ങൾ, കുടുംബകലഹങ്ങൾ, അതുപോലെ വിവാഹമോചന കേസുകൾ, വിവാഹം മുടങ്ങിയ സംഭവങ്ങൾ, വ്യക്തിബന്ധങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ മുഴുവൻ വിവരങ്ങൾ നമുക്ക് കിട്ടും. നമ്മൾ കുറച്ച് സമയം ഇവർക്ക് വേണ്ടി ചെലവഴിക്കുക, ഇവരെ കൂടെ കൊണ്ടുനടക്കുക. പിന്നെ നമ്മളെടുത്തുനിന്ന് ഇവരെന്തെങ്കിലും തട്ടിയെടുക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. അതിനെപ്പോഴും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് എവിടുന്നാണ് കുറച്ച് പണം കിട്ടുക, കടം കിട്ടൽ എവിടുന്നാണ്, തൽക്കാലം ഏത് ബാങ്കിൽ നിന്നാണ് ലോൺ എടുക്കാൻ നല്ലതെന്നൊക്കെ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഇവനെ അങ്ങോട്ട് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നമ്മളെ സമയവും നമ്മളെ സമ്പത്തും നമ്മൾ ശ്രദ്ധിക്കുക. ഇവരെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. പിന്നെ അത്യാവശ്യം ഏതായാലും നമ്മൾ അത്യാവശ്യവർക്കൊക്കെ സഹായിക്കണമല്ലോ, എല്ലാവർക്കും സഹായിച്ചു കൊടുക്കുമല്ലോ, അത് ഇവർക്ക് കൊടുക്കുക. ഇങ്ങനെയുള്ള രീതിയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇന്ന് ഈ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ ഓമന ടീച്ചർ വളരെ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുടുംബം ആകെ പാപ്പറായി പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു ക്ലാസ് സെഷൻ അവതരിപ്പിച്ച ഓമന ടീച്ചർക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്താണ്. ടീച്ചർ ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായി വരണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ വൺസ് അഗൈൻ.
താങ്ക് യു സർ. ടീച്ചറെ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ പ്രീണിപ്പിച്ച് നമ്മളെ പറ്റിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ പേടിപ്പിച്ച് പറ്റിക്കുന്നവരും ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്, അല്ലേ, പുതിയ ഒരു ശൈലിയും കൂടെ ഉണ്ട്. പേടിപ്പിച്ചും വീഴ്ത്തും. അവിടെ അവർ മാത്രമല്ല, ഒത്തിരിയും അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. എന്നും കൂടെ നമുക്ക് അടുത്ത ഒരു തലം കൂടെ ഉണ്ട്. അപ്പോൾ ഒരുമാതിരി കുറഞ്ഞു എന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി. ദെൻ ഇനി ഡോക്ടർ ഉണ്ടോ? പാലക്കാട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അല്ലേ? സുധാകരൻ ഡോക്ടർ ഉണ്ടോ? അഡ്മിറ്റ് ചെയ്തു. കേൾക്കുന്നുണ്ടോ? ടീച്ചർ നാടകീയമായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പഴയ പല്ലിന്റെ ചരിത്രം പോലെ. കാരണം ഈ ന്യൂ സ്പീഷീസ് ഓഫ് പാരസൈറ്റ്സിനെ പറ്റി പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഇന്നസെന്റ് ആയിട്ട് ഞാൻ വിചാരിച്ചു ഈ മൂക്കി കൂടെ കയറി അമീബയെ പറ്റിയിട്ടൊരു ക്ലാസ് എടുക്കാൻ പോകുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പുതിയ സ്പീഷീസ് ഓഫ് പാരസൈറ്റ്സ്, ഇത് ന്യൂ സ്പീഷീസ് ഒന്നുമല്ല മാം. അത് നമ്മുടെ കൂടെയൊക്കെ തന്നെയുണ്ട്. നമ്മൾ സാമൂഹ്യ ജീവികളായിട്ട് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ പല്ലിയും പഴുതാരയും എലിയും പൂച്ചയും സകലതും നമ്മുടെ ചുറ്റും ഇങ്ങനെ കടന്ന് ഉണ്ട്. അതൊക്കെ ചേർന്നാണല്ലോ സമൂഹം. അപ്പൊ ഈ ഇത് ഏറ്റവും നാടകീയമായിട്ടൊരു ക്ലാസ്സാണ് തുടങ്ങിയത്. അപ്പോൾ ഇതില് ഈ ധാരാളം പാരസൈറ്റ്സിന് നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചില മുൻകരുതൽ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നതൊക്കെ നമുക്ക് നന്നായി എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ നിസ്സഹാരായി പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഈ പണമാണ് മാഡം പ്രധാനമായിട്ട് ഉദ്ദേശിച്ചെങ്കിലും ഈ നാട്ടിൽ നടക്കുന്ന ഈ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, അധ്യാപകർ, നിസ്സഹായരായിട്ടുള്ള കുട്ടികളെ, അതേപോലെയൊക്കെയുള്ള നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. പൊളിറ്റീഷ്യൻസ്, ലീഡേഴ്സ്, നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവരെല്ലാം ഇങ്ങനെ ഈ സെക്ഷൽ സ്കാൻഡൽസും അതെല്ലാം നമ്മൾ കേൾക്കുന്നതും ഒക്കെ ഇതിൻ്റെ വകഭേദങ്ങളാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഈ മലയാളിയുടെ ഈ ആടുമാഞ്ചിയത്തിൻ്റെയൊക്കെ എന്നെ ഒന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യൂ, ഞാനൊരു ഹോസ്റ്റ് ആകാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് മലയാളി ഇങ്ങനെ നടക്കുക. എന്നെ ഒന്ന് ചൂഷണം ചെയ്യൂ എന്നും പറഞ്ഞിട്ട് ബോർഡ് വെച്ചതുപോലെയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട്. പക്ഷെ നമുക്ക് ഈ ഹെൽപ്ലെസ് ആയി പോകുന്ന ചില ചൂഷണങ്ങളും ഒക്കെ നമ്മളെല്ലാവരും വിധേയരായി പോകാറുണ്ട്. അതിന് യാതൊരു സംശയമില്ല. എല്ലാവരും 99 നമ്മൾ സഹായിക്കുകയാണ്, ദാനം ചെയ്യാണ്, ഞാനൊരു മഹാനാണ്, ഇടത് കൈ വലത് കൈ കൊടുത്ത് ഇടത് കൈ അറിയരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും 99 പ്രാവശ്യം നമ്മൾ കൊടുത്തു. 100ാമത്തെ പ്രാവശ്യം കൊടുത്തില്ലെങ്കിൽ ഗേറ്റ് അടയ്ക്കാൻ പോലും മെനക്കെടാതെ വലിച്ചു തുറന്നിട്ടിട്ട് ഇറങ്ങി നടന്നു പോകുന്നത് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതേപോലെ ഇതെല്ലാം ചേർന്ന് പിന്നെ ഇത്തിരി കളിപ്പിക്കലും ഒക്കെ നമുക്ക് വേണം. നമ്മളെ ഒന്ന് കബളിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കോഷ്യസ് ആകുമല്ലോ കുറെ കൂടെ. അപ്പൊ വലിയ തുക കൊടുക്കാതെ ചെറിയ തുകയൊക്കെ പറ്റിച്ച് കൊണ്ടുപോകട്ടെ, അതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. നമ്മള് ഈ അവൻ എന്നെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വേറൊരു വലിയൊരു എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട് മാഡം. നമ്മളെങ്ങോട്ട് പുകഴ്ത്തിയിട്ട് ശുദ്ധോദനൻ ഡോക്ടറുടെ ക്ലാസ് എത്ര ഗംഭീരം, അതിമനോഹരം, സാറിന്റെ ഭാര്യയാണെന്നുണ്ടെ ഭയങ്കര ഹോസ്റ്റ്, അവിടെ ചെന്നാൽ ആർക്കും എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം നമ്മളെങ്ങ് ഈ കല്യാണ സ്ഥലത്തൊക്കെ വെച്ച് കണ്ട് 4 പേര് കേൾക്കെ അങ്ങോട്ട് നമ്മൾ പുകഴ്ത്തി നമ്മളെ അങ്ങ് വാനോളം പൊക്കും, നമ്മളൊരടി പൊങ്ങി നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്നൊരു അത്യാവശ്യ കാര്യമെന്നും പറഞ്ഞ് വരുമ്പോഴേ അത് നിഷേധിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളൊക്കെ പാവങ്ങളാണ്, നിസ്സഹായരായി പോകും. കാരണം നേരത്തെ 4 പേര് കേൾക്കൊക്കെ ഒരുപാട് നമ്മൾ ഉയർത്തിയിട്ട് പിന്നെ വന്നൊരു അത്യാവശ്യം ചോദിച്ചോ പിന്നെ ഈ വഴിക്ക് വരില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതുപോലെ ഞാൻ മാഡം ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എന്നെ പറ്റിച്ചിട്ടുള്ള ആളുകളുടെ മുഴുവൻ മുഖവും സന്ദർഭങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിൽ കൂടെ ഓടി പോവുമായിരുന്നു. ഓടി പോവായിരുന്നു. ഓടി പോവായിരുന്നു. എൻ്റെ വൈഫിന്റെ ഒരു ബന്ധു പെട്ടെന്ന് ഒരു ദിവസം കാറിൽ വന്ന് ഗേറ്റിൽ നിന്നിട്ട് വന്നിച്ച് പറഞ്ഞു, മോന്റെ കല്യാണ നിശ്ചയം മറ്റേന്നാളാണ്, അപ്പോൾ ആലൂക്കാസിൽ പുതിയ കുട്ടിക്ക് ഇടാനുള്ള ഈ ഡയമണ്ട് നെക്ലസും വളയും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള മോതിരമൊക്കെ എടുത്തു വെച്ചു. ഒരു 1 ലക്ഷം രൂപ കുറവുണ്ട്, അത് ഞാൻ നാളെ കഴിഞ്ഞ് മറ്റേന്നാൾ, ഒരു കോൺട്രാക്ടറാണ്, മറ്റേന്നാൾ അത് ബില്ല് ഇപ്പൊ ട്രഷറി ബാൻ അല്ലേ, അത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ എത്തിച്ചേരാം, ഇത് അവരവിടെ ഇരിക്കുകയാണ് ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളോട് വലിയ ഇഷ്ടമുള്ള ആളാണ്. അത് കൊടുത്തു കഴിഞ്ഞ് ആ കല്യാണവും കഴിഞ്ഞു, ആ പെൺകുട്ടി നിശ്ചയം കഴിഞ്ഞു, കല്യാണത്തിന് വിളിച്ച് ഞങ്ങൾ പോയി, ഭയങ്കര ആർഭാട കല്യാണം. പിന്നെ ആ പെൺകുട്ടി ഗർഭിണിയായി പ്രസവിച്ചു. അതും കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഫോൺ ചെയ്താൽ ഫോൺ എടുക്കുകയില്ല. ഇപ്പൊ വേറെ നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ അത് ഒരു പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പൊ ഞാൻ എന്നെ പറ്റിച്ച എല്ലാവരുടെയും ചിത്രം ഇങ്ങനെ മനസ്സിലൂടെ ചലച്ചിത്രം പോലെ ഓടിപ്പോയി
പഴയ പറ്റിക്കപ്പെട്ടതൊക്കെ ഓർമ്മിച്ചെടുക്കാനും ടീച്ചറുടെ ഈ ക്ലാസ് സഹായിച്ചു. പക്ഷെ രക്ഷയില്ല കേട്ടോ, നമ്മളെ പോലുള്ള മൃദുല മാനസരൊക്കെ പെട്ടുപോകും. എത്രയൊക്കെ നമ്മൾ മുൻകരുതൽ എടുത്താലും നമ്മളെ വീഴിക്കാനുള്ള പുതിയ അടവുകളുമായിട്ടുമൊക്കെ അവര് വരും. നമ്മൾ പിന്നെ വലിയ പരിക്ക് പറ്റാതൊക്കെ അങ്ങോട്ട് പോകുക തന്നെ അല്ല. എന്നാൽ രസമായിരുന്നു, ക്ലാസ് രസമായിരുന്നു. പക്ഷെ മാഡം കൊടുത്ത പേരൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഈ ന്യൂ സ്പീഷീസ് ഓഫ് പാരസൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ ഈ ചെള്ളിൻ്റെയും പേരിൻ്റെയും ഒക്കെ പടം കാണിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചു അതൊരു മെഡിക്കൽ നോളജ് തരാൻ പോകുന്ന കുടലിനുള്ളിലെ പാരസൈറ്റ്സ്, തലമുടിയിൽ കാണുന്ന പാരസൈറ്റ്സ്, സ്കിന്നിൽ കാണുന്ന ഇതൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് നമുക്ക് ചുറ്റുമുള്ളതിനെ എല്ലായിടത്തും കൊണ്ട് രണ്ട് കാലുള്ളതായി പോയി അല്ലേ? രണ്ട് രസമായിരുന്നു അത്. ഞാൻ ഇത് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയും ഇത് കേട്ട് ചിരിച്ചോണ്ട് നിങ്ങളെ പറ്റിച്ചവരുടെ ഒക്കെ ലിസ്റ്റ് ഞാനിപ്പോൾ എഴുതി തരാമെന്ന് എന്നോട് പറയായിരുന്നു. താങ്ക് യു മാം. ഓക്കെ, രമാദേവി മാം. സാറേ, യെസ് മാം, പറയും. ഈ ഹ്യൂമൻ പാരസൈറ്റ്സ് എന്ന വ്യത്യസ്തമായ ഒരു ടോപ്പിക്കിലൂടെ പുതിയ അറിവുകൾ പകർന്നു തന്ന ഓമന ടീച്ചറിന് നന്ദി. ഭൂമിയിലെ ഏറ്റവും വലിയ പാരസൈറ്റ്സ് മനുഷ്യരാണ്, അത് ശരിയാണ്. നമ്മൾ മനുഷ്യര് പ്രകൃതിയെ തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത്. അതായത് കാര്യമായിട്ടൊന്നും പ്രകൃതിക്ക് തിരിച്ചു നൽകാതെ. പിന്നെ മനുഷ്യരുടെ കാര്യം പറയുകയാണെങ്കിൽ ചിലര് മറ്റുള്ളവരുടെ പരിശ്രമം, സമ്പത്ത്, സമയം ഇതെല്ലാം ചൂഷണം ചെയ്യുന്നു. ഭൂരിപക്ഷവും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് പൊതുവെ ഒരു വിശ്വാസമില്ലായ്മ നമുക്കുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ളവരെ സഹായിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. പലതരത്തിലുള്ള ഹ്യൂമൻ പാരസൈറ്റ്സിനെ കുറിച്ച് മാം പറഞ്ഞു. പാരസൈറ്റിക് റിലേഷൻഷിപ്പിന്റെ ലൈഫ് സൈക്കിളിനെ പറ്റി സൂചിപ്പിച്ചു. ഇങ്ങനെയുള്ള ഹ്യൂമൻ പാരസൈറ്റിൽ നിന്ന് എങ്ങനെ വിട്ടു നിൽക്കാമെന്നും വിവരിച്ചു. നന്ദി മാം, വളരെ നന്ദി. നന്ദി സബു സാർ. താങ്ക് യു മാം. തീർച്ചയായും. കോമർ സാർ പറഞ്ഞോ? കോമർ സാർ ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അമന മാം ഒരു ഫൈനൽ കമൻറ്റ് പറഞ്ഞ് നിർത്തി. അൺമ്യൂട്ട് ചെയ്യണം. താങ്ക് യു സാർ. ഞാൻ ഓർക്കുമായിരുന്നു ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയതുണ്ട്. ടൈം ലിമിറ്റിൽ പറയുമ്പോൾ ഈ വീട്ടിലൊക്കെ ഓടിക്കയറി വന്ന് ചികിത്സാ സഹായം കിട്ടിയേ കൊണ്ടേ പോകുമെന്ന് പറഞ്ഞ് വന്ന ആളുകളെയൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഓർത്തു. പക്ഷെ സമയത്തിന്റെ ലിമിറ്റ് കൊണ്ട് മോള് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഞാൻ അടുക്കളയിലായിരുന്നു. ഒരു പ്രായമുള്ള ഒരാള്, വലിപ്പമുള്ള ഒരാള് കയറി വന്നപ്പോൾ അവള് പേടിച്ച് എഴുന്നേറ്റ് പോയപ്പോൾ ആ സീറ്റിലും കയറിയിരുന്നു. നമ്മൾ കയറാൻ പറയുമൊന്നും വേണ്ട. അയാളുടെ വൈഫിന് സുഖമില്ല, കുറേ ഗുളിക തീർന്നതിന്റെ കടലാസുകൾ, ഇത് തീർന്ന ഗുളികയുടെ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് നിങ്ങളുടെ വീടും ആ അഡ്രസ്സ് തരൂ. അപ്പൊ ഹസ്ബൻഡ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഏരിയ മൊത്തം അറിയാം. അപ്പൊ നിങ്ങളുടെ അഡ്രസ്സ് തരൂ, നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തന്നോളാന്ന് പറഞ്ഞു. അഡ്രസ്സ് ചോദിച്ചതിന് അയാൾ എന്നെ ഒരുപാട് വഴക്ക് വന്നു. അഡ്രസ്സ് ചോദിച്ചതിന് അയാൾക്കെന്തോ അവകാശം പോലെയാണ്. പക്ഷെ എനിക്ക് ആ കയറി ഇരുന്ന ഇരിപ്പ് എനിക്ക് ഒട്ടും പിടിച്ചില്ല, കാരണം പേടിച്ചു പോയി, മോളും പേടിച്ചു പോയി. അങ്ങനെയൊക്കെ എത്രയോ അനുഭവങ്ങൾ നമ്മൾക്ക് വരുന്നുണ്ട്. അപ്പം അതിലൊക്കെ മാക്സിമം പെടാതിരിക്കുക എന്നുള്ളത് നമുക്കൊരു ശുദ്ധോധന സാർ പറയുന്ന പോലെ, മറ്റേ പലരും പറഞ്ഞ പോലെ എല്ലാവർക്കും കുറേശ്ശെ കൊടുത്തു വിടേണ്ട കാര്യമൊന്നുമില്ല. ഞാനങ്ങനെ പെടാൻ തയ്യാറല്ല. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചൊരു കാര്യം ഒരു പരിചയമില്ലാത്തവർക്കാണ് ചെയ്തത്. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ വളരെ കൃത്യമായിട്ടാണ് ചെയ്തത്. അപ്പൊ അതുപോലെ അങ്ങനെ അല്ലാതെ ഇങ്ങനെ വന്ന് പറ്റിക്കുന്നതിന് നിന്നു കൊടുക്കാൻ എനിക്ക് തയ്യാറല്ല, ഒട്ടും തയ്യാറല്ല. താങ്ക് യു സാർ. അങ്ങനെ കൊടുക്കണം എന്ന് കുറച്ചൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നു പറയുന്ന ആ ഒരു മനസ്ഥിതിയെ എനിക്കിഷ്ടമല്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായം. മാക്സിമം നമ്മൾ പെടാതിരിക്കുക. കാരണം ബൈബിളിലും പറയുന്നുണ്ട് നമ്മൾ വഞ്ചിക്കരുത് എന്ന് മാത്രമല്ല, വഞ്ചിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് ബൈബിളിൽ കൃത്യം പറയുന്നുണ്ട്. അപ്പൊ നമുക്കതിന് നിർബന്ധമായിട്ട് നമ്മളത് ചെയ്യണം. താങ്ക് യു സാർ. എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു മാം. തീർച്ചയായിട്ടും നമ്മളെ സ്വയം തിരുത്താനും ശ്രദ്ധിക്കാനും അല്ലെ, മുന്നോട്ടുള്ള യാത്രകളിൽ പറ്റിക്കപ്പെടാതിരിക്കാനും. പറ്റിക്കപ്പെടുമ്പോൾ കാര്യം സുധാകരൻ ഡോക്ടർ പറഞ്ഞ പോലെ അതൊരു തമാശയായിട്ടൊക്കെ എടുക്കാം എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ചെറിയ മുറിവുണ്ട്. അത് ശാരീരികവും മാനസികമായിട്ടൊക്കെ അത് പലപ്പോഴും തളർത്തും. പക്ഷെ അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന രീതി എപ്പോഴും നമ്മൾ കുറച്ച് റിലാക്സേഷൻ നൽകുമെന്നുള്ളത് സത്യമാണ്. ഇങ്ങനെ എടുക്കുന്നത് അത് വളരെ നമ്മുടെ ഒരു അവയർനെസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൽ നമ്മൾ പഠിച്ചൊരു കാര്യമായി നമുക്കൊരു ടേക്ക് അവേ ആയിട്ടൊക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് നല്ല രസമാണ്.
പക്ഷേ അങ്ങനെ വരാതിരിക്കുന്ന എപ്പോഴും നന്നായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് നല്ലൊരു മാർഗനിർദ്ദേശമാണ് അവന് മാമിനോട് ലഭിച്ചത്. മാമിന് പ്രത്യേകം നന്ദിയും സ്നേഹം അറിയിക്കുന്നു. നാളത്തെ ദിവസം നമുക്ക് തിരുക്കുറളിൻ്റെ ദിവസമാണ്. തിരുക്കുറൾ നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് 62ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സോ നാളെ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ് സാർ. Good night.